காளிமுத்துப்பாளையத்து குடிமக்களே, பெரியோர்களே, தாய்மார்களே, வரப்போகும் இடைத்தேர்தலிலே நமது சின்னமான சேவல் சின்னத்தில் உங்கள் ஓட்டுக்களை நம் பொன்னான தலைவர் திரு ஜல்லிக்கட்டு நாச்சியப்பா அவர்களுக்கு அளித்து பெரும்பாரியான ஓட்டு வித்தியாசத்தில் வெற்றி பெற செய்யுமாறு உங்களை தாழ்மையுடனும் பணிவோடும் கேட்டுக் கொள்கிறோம். ഭഗവതി പിടി വീണു കരുതിയത് പുതിയ സിയ ആളു ശരിയാ
കളക്ഷൻ എത്ര ഉണ്ടടാ? ബമ്പർ കളക്ഷൻ അല്ലേ? ഞാനിത് എണ്ണി തീർക്കട്ടെ എന്നെ നന്നു. നല്ലൊരു വാരുണ്ടല്ലോ പുസ്തക. ആമ്പിള്ളേർ റിസ്ക് എടുത്ത അങ്ങനെയാണാ? അപ്പൊ ഞങ്ങള് റിസ്ക് എടുത്തില്ലേ? ഓ എന്ത് റിസ്ക്? പോലീസ് കളി പോലെയല്ല മോനെ, പന്തയം കളി. അത്രയും കള്ളുകൂടിയന്മാരുടെ ഇടയിൽ നിന്നിട്ടാ ഈ കളി കളിച്ചത്, അറിയാവോ? എന്നാ പിന്നെ ഇനി മുതൽ പോലീസ് നീ ആയിക്കോ. ഓക്കെ. അയ്യോ എന്റെ തനിക്ക് ലൂസാ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ തെറ്റിച്ചു. എന്തായി? ഒരു വാരടാ മോനെ. എത്ര 2550. പിന്നെ കളി തുടങ്ങാണ്. കരിമ്പനയുടെ നാട്ടിലെ അകിലടിക്കണ തെന്നലെ, കരിമ്പനയുടെ നാട്ടിലെ അകിലടിക്കണ തെന്നലെ, വേല വരും കാലമിതാണേ, മനം പാടി വരും നേരമിതാണേ. അമ്പലത്തിൽ കൊടിയൊന്നു പറന്നേ, ചന്ദനത്തിൻ മണമൊന്നു പറന്നേ, കോട്ടമലൈ മേട്ടിലിന്ന് കാവടിയാട്ടം, കരിമ്പാറമലൈ കാട്ടിലിന്ന് കുളങ്കളിയാട്ടം. കരിമ്പനയുടെ നാട്ടിലെ അകിലടിക്കണ തെന്നലെ, വേല വരും കാലമിതാണേ, മനം പാടി വരും നേരമിതാണേ. ചുരത്തണ പൂവിനെ തേടി നടക്കണ വണ്ടുകൾ, തേനെടുക്കണ കാലമിതാ വന്നടാ, അവരോമരിക്കണ നേരമിതാ വന്നടാ. തേൻ ചുരത്തണ പൂവിനെ തേടി നടക്കണ വണ്ടുകൾ, തേനെടുക്കണ കാലമിതാ വന്നടാ, അവരോമരിക്കണ നേരമിതാ വന്നടാ. മൂരി വണ്ടികൾ ഓടിയെത്തണ താളമിന്നിനി കേൾക്കാം, സേവരൊക്കെയും ഈ ദിനത്തിൽ മണ്ണിലെത്തണ കാണാം. വീശി വന്നൊരു കാറ്റു വിമ്പടിക്കണടാ, വാശി കൊണ്ടവനയ്യോ പൊന്നനം കുത്തണടാ. കരിമ്പനയുടെ നാട്ടിലെ അകിലടിക്കണ തെന്നലെ, വേല വരും കാലമിതാണേ, മനം പാടി വരും നേരമിതാണേ. രാമനെ വിഷമിനുക്കണ ഭീമനെ, കണ്ണെടുക്കാതിന്നവരെ കാണടാ, പടനായകരെ കൈവണങ്ങാൻ നില്ലടാ. വില്ലെടുക്കണ രാമനെ വിഷമിനുക്കണ ഭീമനെ, കണ്ണെടുക്കാതിന്നവരെ കാണടാ, പടനായകരെ കൈവണങ്ങാൻ നില്ലടാ. തോലൊടുക്കണ പാവപ്പെണ്ണൊരു കൂത്തൊരുക്കണ കാണാം, സുന്ദരിമണി ചീര പെണ്ണിവളാടി നിൽക്കണ കാണാം. നെഞ്ചകത്തൊരു തേവി പുഞ്ചിരിക്കണടാ, നെന്മണിക്കുഴ മണ്ണോ പൊട്ടിച്ചിരിക്കണടാ. കരിമ്പനയുടെ നാട്ടിലെ തകിലടിക്കണ തെന്നലെ, വേല വരും കാലമിതാണേ, മനം പാടി വരും നേരമിതാണേ, ഇതാണേ.
നമസ്കാരം. അസ്സലാമലൈക്കും. എന്താണ് സാറേ ഇവന്റെ ബാൻഡ് മാത്രം അഴിപ്പിക്കാത്തത്? നീ വഴിക്കടാ. ഷഡ്ഡി. അയ്യേ, എവിടെയാ ഇടുന്നത്? എന്താ ഷഡ്ഡിയോ? അതല്ലടാ പോത്തെ, ഒപ്പ്, കയ്യൊപ്പ്. ഇവിടെ ഒപ്പ്. എഴുത്തും വായനയൊന്നും അറിയില്ലെങ്കിലും നിന്റെയൊക്കെ തലയിലെഴുത്ത് വായിക്കാൻ എനിക്കറിയാം. നീയൊന്നും ഒരു കാലത്ത് ഗുണം പഠിക്കില്ല. നാട് ഭരിച്ചിരുന്ന പൊണ്ണുന്നപ്പുരാക്കന്മാരുടെ പടനയിച്ച കാരണന്മാരുമാണ് തറവാടായത്. ഇവിടെ നിന്നുവരെ ആരും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഗതികേട് വന്നിട്ടില്ല. നീയായിട്ട് അതിനും വഴിയുണ്ടാക്കി. ഒരു ദിവസം ഒഴിവ് കിട്ടിയപ്പോ തമാശക്കൊരു ചുറ്റികൾ ഉണ്ടാക്കിന്നല്ലാതെ ഇത്രയും പുലിവാലാവുന്നവൻ കരുതിയില്ല, അല്ലടാ? ഹാവു, കൂട്ടുകാരന് വേണ്ടി വക്കാലത്ത് പറയാൻ മൈസറേട്ട് നിന്റെ അച്ഛൻ കുഞ്ഞുണ്ണിയെ ഒന്ന് കാണട്ടെ. ആരെ പറഞ്ഞിട്ടെന്താ കർമ്മഫലം? കൂടെ പിറന്നുള്ള വയറ്റിപ്പുറത്ത് പോയില്ലേ? ഒന്നോർക്കുക, ഇരുന്നുണ്ണാൻ നിങ്ങളുടെ തന്തയൊന്നും സംഭാഷണം കണ്ടില്ല ഇവിടെ. അതെങ്ങനെയാ? ഇരട്ട സന്ധികളുടെ തലവട്ടം കാണും മുമ്പേ തന്തയുടെ തലത് എക്കൂട്ടെടുത്തില്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൻ എന്തെങ്കിലും ഒരു കൂസലുണ്ടെന്ന് നോക്കിയേ. നിക്കണ നിപ്പ് കണ്ടോ? പുതുതായിട്ട് കേൾക്കുന്ന വാർത്ത ഒന്നുമല്ലല്ലോ അമ്മായി. പിന്നെ ഇവിടെ ആരും വെറുതെ ഇരുന്ന് ഉണ്ണണില്ല. മില്ലിലും പാടത്തും കാളെ പോലെ പണിയെടുത്തിട്ട് തന്നെയാ. ഇന്നേ വരെ ഒരു കണക്ക് ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ജോലിക്ക് കൂലി, ഭക്ഷണം, അത്രയല്ലേ ഉള്ളൂ. എന്താ നീ പറഞ്ഞേ? ഓ, അപ്പൊ ഇതാണ് മനസ്സിലിരിപ്പല്ലേ? കേട്ടില്ലേ ഇതിന്റെ മകൻ പറഞ്ഞത്? നിങ്ങൾക്കിത് വേണം. പേരും പെറുപ്പും നോക്കി ഇവിറ്റങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റിയതിന് ഇത് കേട്ട പോരാ. എന്തെങ്കിലും പറയുമ്പോഴേക്കും പൊട്ടി ഒഴുകിക്കോളും പൂങ്കണ്ണീര്. ഈശ്വരൻ നാവ് കൂടി കൊടുക്കാൻ ഞാൻ നന്നായി. ഇല്ലെങ്കിൽ ഇവളുടെ വായിലിരിക്കുന്നോട് കേൾക്കേണ്ടി വന്നേനെ. അതെ, നിങ്ങൾ വന്ന് കുളിക്കുന്നുണ്ടോ? പോത്തിനോടൊന്നും വേദം ഓതിട്ട് കാര്യമില്ല. നന്ദി കേട്ടോ. ഭാനുമതി പറഞ്ഞത് നേരാ. എനിക്ക് തന്നെ വേണം. എന്തൊക്കെയാ നന്ദോ നീ പറഞ്ഞേ? അമ്മ ഒന്നും മിണ്ടായിരുന്നേ. പറയണ്ട കടിച്ചു പിടിച്ചു നിന്നതാ. പക്ഷെ പറയിപ്പിച്ചു. വാടാ. മായ എന്തെങ്കിലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ചു പോടാ. എന്നെ കണ്ട കരച്ചിൽ കൂടെയുള്ളൂ. നീ വാ. കരയില്ല മോളെ. അമ്മ പറഞ്ഞിട്ടില്ലേ അച്ഛന്റെ ആത്മാവിന് സങ്കടാവും. ചെന്ന് വിളക്ക് കൊളുത്തി മനസ്സൊരുക്കി പ്രാർത്ഥിക്കും. സങ്കടങ്ങളൊക്കെ മാറാൻ എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരാണ്ടിരിക്കില്ല. ആ മോളെ, നമ്മള് പൊള്ളാച്ചി കഴിഞ്ഞിരിക്കണ്. ബോർഡർ എത്തി. പാലക്കാട് ആവണ്. എത്ര വൈകിയാലും അവരുടെ വീട് കണ്ടുപിടിച്ച് ഏൽപ്പിക്കാനുള്ള എല്ലാം ഏൽപ്പിച്ച ശേഷമേ ബാപ്പ മടങ്ങി വരും. ആ ഷൊർണൂരിലേക്ക് എത്ര ലോഡ് അയച്ചു? ഷൊർണൂർക്ക് അതിന്റെ കണക്ക് നന്ദുവിന്റെ അടുത്താ. എന്ത് ചോദിച്ചാലും ഒരു നന്ദു തനിക്കൂടെ ഒന്ന് കുറിച്ച് വെച്ചൂടെ? ഇനിയും കഴിഞ്ഞില്ലേ കൂട്ടലും കിഴക്കിലും ഒക്കെ? സമയം എന്തായിന്നറിയോ? മതി, ഇനി ബാക്കി നാളെ ആവാം. തന്നോട് ആര് പറഞ്ഞോളൂ ബുക്കറയ്ക്കാൻ? അല്ല, നാളെ ആവട്ടെ എന്ന്. തനിക്ക് ശമ്പളം തന്നത് ഞാനാ, ഇവളല്ല. തുറക്ക്. ഇനി അടയ്ക്ക്. ഇനി നാളെ ആവാം. വയ്ക്കോ. അതെ, നെഞ്ചിനകത്തൊരു എരിച്ചില് പോലെ ഒരു ഗ്ലാസ് ജീരകവെള്ളം എടുത്തോടുവാ. അപ്പൊ ഇനി ഇവിടെ ഇരിക്കാൻ പോവാ? നീ ഒരു ഗ്ലാസ് ജീരകവെള്ളം എടുത്തോടുവാ. കർമ്മം നമോ നമഃ. ആരാ ഈ നേരത്ത്? മനസ്സിലായില്ല. ശങ്കരൻ നേരല്ലേ? അതെ. നമ്മള് കാളിമുത്തുപാളയത്തിന് വരിക. അബ്ദുൾ റാവുത്തർ. അതെ. ഈശ്വര, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. വരിക, ഇരിക്കുക. 10-26 വർഷമായില്ലേ കണ്ടിട്ട്. അതും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന അങ്ങനെ ഒരു അവസ്ഥയില് റാവുത്തര്. നമ്മളൊരു ഹജ്ജ് യാത്രയ്ക്കുള്ള ഒരുക്കത്തില്ല. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ ഹജ്ജിന് പോകുന്നതിന് മുമ്പ്
ആരെങ്കിലുമായിട്ട് വഴക്കോ കടമോ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് സബൂറാക്കണം. ഉവ്വ്. അങ്ങനെ തീർത്തു വന്നപ്പോ ഒരു കടം ബാക്കിയുണ്ടെന്ന് കണ്ടു. അത് തീർക്കാനാ നമ്മൾ വന്നത്. മുമ്പേ തന്നെ ഇതിവിടെ എത്തിക്കേണ്ടതായിരുന്നു. മൂത്ത മകളോടൊപ്പം കൽക്കത്തയിലായിരുന്നുകൊണ്ട് വൈകി. മാപ്പാക്കണം. അയ്യോ, മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിവിടെ കൊണ്ട് തന്നത് തന്നെ ഈശ്വര കടാക്ഷം. എന്നാ പിന്നെ നമ്മൾ ഇറങ്ങട്ടെ. അല്ല, ഈ രാത്രി തന്നെ പോണോ? പോണം. ഇപ്പൊ തിരിച്ചാ വെളുപ്പിന് അവിടെ എത്താം. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ. സാരമില്ല, നമുക്കിപ്പോ വേണ്ട. പെങ്ങള് അറിയിക്കാൻ വേണ്ട, ബുദ്ധിമുട്ടിക്കണ്ട. അന്വേഷിച്ചു എന്ന് പറഞ്ഞാ മതി. ഉവ്വ്. വീണ്ടും കാണാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഓ, ആ ആര്? കാല് വിത്തുപ്പാളെത്തിയതാ. നന്ദമോനെ, നന്ദമോനെ. ആ, ഇവിടെ നിൽക്കുക. വെയില് കൊണ്ടാ കരുവാളിച്ചു പോയല്ലോ നീ. കുഞ്ഞുണ്ണിതാരേ, ഇങ്ങോട്ട് വരിക. താനിത് എവിടെയായിരുന്നു? അല്ല, ഞാൻ ഓഫീസില്. ഓ, ഇവനെ വെയിലത്ത് നിന്ന് പണിയെടുപ്പിച്ചിട്ട് താൻ ഓഫീസിൽ സുഖിക്കുക. അല്ല, പതിവായിട്ട് നന്ദു ആണല്ലോ. പതിവായിട്ട് ഇവൻ തന്നെ ഈ പണി ചെയ്യണമെന്ന് തനിക്കെന്താ ഇത്ര നിർബന്ധം? അല്ല, എനിക്ക് ഇങ്ങോട്ട് താ. എന്നാ പിടി. ഇന്ന് മുതൽ താൻ തന്നെ എണ്ണമെടുത്താ മതി. എന്താ മോമ്പാ? ഇതെന്താ കഥ? നീ എന്താടാ ഇങ്ങനെ നോക്കണേ? ദേഷ്യം വരുമ്പോ എന്തെങ്കിലും ചാടിക്കടിച്ചു പറയുന്നല്ലാതെ അമ്മാമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ? നിങ്ങൾ നന്നാവണം, നല്ലൊരു നിലയിൽ എത്തണം എന്നൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അമ്മാവൻ എന്തിനാ വിളിച്ചേ? പറയാം, ഇരിക്കേ. വേണ്ട, ഇരിക്കടാ. നിനക്കറിയൂ, എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ ഗതി എന്താവുമെന്നോർത്ത് വിഷമിക്കാത്ത ഒരൊറ്റ ദിവസമില്ല. ഭാനുമതിയുടെ ആംഗ്ലമാരെ അറിയാലോ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാ. അതുകൊണ്ട് ആരും അറിയാതെ നിങ്ങളുടെ പേരിൽ ഒരു വീടും പുരയിടവും ഞാൻ വാങ്ങിച്ചിരുന്നു തമിഴ്നാട്ടില്. ഇത്തിരി നൂലാമാല പിടിച്ച പ്രശ്നത്തിൽ കിടക്കുകയായിരുന്നത്. ഒക്കെ ശരിയായിട്ട് പറയാമെന്ന് കരുതിയ ഇതുവരെ ഒന്നും ഉണ്ടാക്കുന്നത്. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു, നമുക്കത് തിരിച്ചു കിട്ടി. പക്ഷേ എന്റെ പെങ്ങളും കുട്ടികളും ഈ നാട് വിട്ടു പോകുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് ആ വീട് അങ്ങോട്ട് വിൽക്കുക. എത്ര പറഞ്ഞാലും ഒരു 10-25 ലക്ഷം രൂപ കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് ഇവിടെ നല്ലൊരു വീടും പറമ്പും വാങ്ങിക്കാം. മായക്കുട്ടിയുടെ കല്യാണവും നടത്താം. മണ്ടാപ്രാണി ആയതുകൊണ്ട് കുറച്ച് ശീതളം കൂടുതൽ ചോദിച്ചേക്കാം. സാരമില്ല, നീ പോയി അതൊന്ന് കച്ചവടമാക്കി പണം കൊണ്ടുപോവാ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം. വിശ്വാസമായില്ലേ? തിരിച്ചു കിട്ടുമെന്ന് ഞാനും കരുതിയതല്ല. ആ, പിന്നെ തൽക്കാലം ഇപ്പൊ ഇത് മാധവിയോടോ മായയോടോ പറയാൻ നിൽക്കണ്ട. പാർവതി അറിഞ്ഞാൽ എന്നെ കടത്തിപ്പൊറപ്പിക്കില്ല. മനസ്സിലായോ? തമിഴ്നാട്ടിലെവിടെയാ? പൊള്ളാച്ചിക്കും പളനിക്കും ഇടയ്ക്കാ, കാലുമുത്തുപാളയം. എന്താ അവിടെ? ആ, അപ്പോ അവിടുത്തെ അഡ്രസ് ഞാൻ വിശദമായിട്ട് എഴുതിത്തരാം. എന്നാ പോണ്ടേ? നാളെ തന്നെ ആയിക്കോട്ടെ. എനിക്കിതങ്ങോട്ട് ദഹിക്കണില്ല. എന്നാ തിന്നണ്ടാ? അതല്ലടാ, 10-25 ലക്ഷത്തിന്റെ മുതല് ഇവരുടെ പേരിൽ അങ്ങേര് മേടിച്ചിട്ടെന്ന് പറഞ്ഞാ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. കൊറേ കൊല്ലം മുന്നേ വാങ്ങിയതല്ലേ, അന്ന് വല്ല നക്കാപ്പിച്ച വിലക്കും കിട്ടിയതായിരിക്കും. എന്നാലും അതൊരു ആദ്യം കേട്ടപ്പോ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. നിന്റെ അമ്മായി പേടിച്ചിട്ടായിരിക്കും പുള്ളിക്കാരെ എത്ര കാലം ഉണ്ടായിരുന്നത്. അല്ല, ഈ അവിടെ ചെന്ന് ഒറ്റയ്ക്ക് ഇത് എങ്ങനെ കച്ചവടാക്കും? ടൂർണമെന്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും കൂടെ വന്നായിരുന്നു. ആരാപ്പൊന്ന് കൂടെ പോവുക? പറ്റിയൊരാളുണ്ട്. ആരാ? നമ്മുടെ പരുന്ത് ഭാസ്കരേട്ടൻ. പുള്ളിക്കാരനാവുമ്പോ ചുറ്റാത്ത നാടുമില്ല, അറിയാത്ത ഭാഷയില്ല. ഏയ്, അതിന് അയാളിപ്പോ സൈക്കിളേറ്റിനെ കൊണ്ട് ഏത് ദുനിയാവിലാണ് വട്ടം ചുറ്റണമെന്ന് പടച്ചോന് മാത്രം അറിയാം. ഏത് ദുനിയാവിലായാലും ഇത് നമ്മുടെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരുന്ത് ഭാസ്കരേട്ടൻ അവിടെ എത്താതിരിക്കില്ല. ആ പറഞ്ഞത് നേരാ. നീ അവിടെ എത്തുമ്പോ പരുന്ത് അവിടെ ഉണ്ടാവും. അച്ഛാ, സൂപ്പർ ഏരിയ.
சைக்கிள் ஏற்றத்துக்கு பொருத்தமான இடம். ஆட்டோ சார்ஜ் கொடுங்க சார். चार्जा எனக்கா? मुझे पहचाना नहीं? आई एम ए वीआईपी हूँ, प्रोफेसर भास्कर. வேர்ல்டுல அமெரிக்கா, ஜப்பான், கல்ஃப் எங்க போனாலும் எந்த இந்த ஓட்டோ சார்ஜ் நகி மாலும். இந்த பரிசுகள் காட்டியா போதும். என் மெடல் தேக்கா யார் கொடுத்ததுன்னு தெரியுமா? நம்மட மாபெரும் தலைவர் டாக்டர் கலைஞர். இது யார் தெரியுமா? நடிகர் திலகம் சிவாஜி கணேசன். இது யார் தெரியுமா? கலாமண்ணன். കലാമണ്ണാവാ? നമ്മുടെ ജനാധിപതി കലാമണ്ണൻ. ഞാനൊരു പരീക്ഷ കാട്ടിട്ടുമാ? നിങ്ങൾക്ക് പരിചയമിട്ടിട്ടുണ്ടോ? കാണിക്കേ പാലക്കാട് വടവള്ളി അല്ല പാലക്കാട് ബസ് വന്നാച്ച് ഞാൻ ദേ വരണേ. നന്ദു കാശ് കൊടുത്തിരുപ്പോ? പറഞ്ഞ പോലെ കൃത്യമായിട്ട് എത്തില്ല. എപ്പ എത്തി? ഇപ്പൊ വന്ന് പറന്നു വന്ന് പരുന്തൊരു വാക്ക് പറഞ്ഞ വിളയാടിയാ? മെഡൽ കേട്ടില്ലേ? പിന്നെന്താ? കാശ് കൂടിയാ? ദേ നന്ദു, വന്നിറങ്ങിയിട്ട് പരുന്തേട്ടിന് വേണ്ടി ചെലവ് ചെയ്യാൻ ഒരു ചാൻസ് തന്നില്ലെന്ന് വേണ്ട. ഒരു 50 രൂപ എടുത്ത്. പഴയ സ്വഭാവം ഇതുവരെ വിട്ടിട്ടില്ല അല്ലേ? ചില്ലറില്ലാണ്ട് 500 പോടെ പോക്കണ്ണ കളിച്ചേ പോട്ടെ പെരുന്നേട്ടാ. അതെ, ഈ കാളിമുത്തു പാളത്തേക്ക് വിടുന്ന എപ്പോഴാ ബസ്? മലയാളത്തിൽ ചോദിച്ചാൽ അവന് മനസ്സിലായില്ല. ബസ് ഇല്ലേ? അന്തൂർ പഞ്ചായത്ത് എല്ലാവരും കൊല பண்ணிட்டாங்க. ആര്? നാശത്തോടെ കയ്യാളുങ്ങ. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ നാച്ചിയപ്പന്റെ ആളുകൾ വെട്ടിക്കൊന്നു. എനിക്ക് മനസ്സിലായി. അവിടെ തന്നെ ഉണ്ട്. யாருது? நாச்சியப்ப தலைவரோட கையாளுங்க. ஆரே நாச்சியப்ப தலைவர்? அதெல்லாம் அப்புறம் பாக்கலாங்க. காளிமுத்து பாளையத்துக்கு தானே போறீங்க? ஆமா, நானும் அந்த பக்கம் தான். வாங்க போலாம். വെറുതെ അല്ല ഈ നാട്ടിൽ ഇത്ര കാറ്റ്. ഗവൺമെന്റ് ഇങ്ങനെ ഫാൻ നിരത്തി വെച്ചിരിക്കല്ലേ? காத்து வாங்குற ஃபேன் இல்லங்க, கரண்ட் பிடிக்கிற ஃபேன். ഓ, കറണ്ട് പിടിക്കൂ? கரண்ட் உருவாக்குற ஃபேனுங்க. മടയാ ഇങ്ങോട്ട് യാറ് കേട്ട് நிறுத்துங்க, வண்டி நிப்பாட்டுங்க. നല്ല ശകുനം. ഏതോ VIP ആണെന്ന് തോന്നുന്നു. VIP അല്ല, RIP, റെസ്റ്റ് ഇൻ പീസ്. ഡെഡ് ബോഡിയാ. ഡെഡ് ബോഡിയോ? ഇങ്ങനെയോ? செத்துப்போன பஞ்சாயத்துல பல்லாக்குங்க. நான் போயிட்டு வரணுங்க. പോന്ന துட்டு கிடைக்கிற வேலை என்ன? അപ്പൊ വീട് കാണിച്ചു തരാന്ന് പറഞ്ഞു. முத்தனேட்டு சொல்லிருக்கு. தைரியமா போங்க, நாளைக்கு பார்க்கலாம். തരൂല്ലേ? എനിക്ക് കുതിരവണ്ടിയിലേക്ക് ഒരു ഏണി വെച്ചു പോകും. മനുഷ്യന് കുതിരവണ്ടി കയറി ഇത്രയും പാടും. ഈ ഡെഡ് ബോഡി എങ്ങനെ ഇത്ര മോഹിക്കുന്നു? കാളിമുത്തുപ്പാളയം. ഇത് വെറും വീടല്ലാട്ടാ, ഒരു 1.5 വീട് വരും. ബെയ്തുൽ അൽ സലാം. ഇത് നിന്റെ അമ്മാവൻ ഏതോ അറബിനെ ഏമാത്തി വാങ്ങിച്ചാണെന്നാ തോന്നണത്. ഏമാത്തിയാ എന്ന് വെച്ചാ? ഏമാത്തി എന്ന് പറഞ്ഞാ പറ്റിച്ച്. ഇത് അകത്തുനിന്ന് പൂട്ടിയിരിക്കാണല്ലോ. அந்த பக்கம் பெரிய கேட்டு இருக்குங்க. എനിക്ക് അപ്പോഴേ തോന്നി. കട്ടബൊമ്മന്റെ കാലത്ത് കെട്ടിയ വീടാണെന്നാ തോന്നണത്. എന്തായാലും ഒരു സമാധാനമുണ്ട്. ആളില്ലാത്ത പറമ്പിൽ കയറി മോഷ്ടിക്കാം. ഇറങ്ങണേ താഴെ. അവക്ക് മലയാളം അറിയില്ല, ഞാൻ കന്നഡയിൽ പറയാം. ചാക്രി, உடையரில்லாத பரம்பி கேறி எழுதி கழுத்துல மாடுது தப்பல்வா? என்ன பேசுறீங்க? ஒண்ணுமே புரியலையே. அம்மா யார் நீங்க? எழுதி கீழே போடுறீ. என்ன? ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കേറി വരും. പോടുറി കീഴെ. ഇവളുമാരെയൊക്കെ ഇങ്ങനെ വരട്ടല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തലയിൽ കയറും. അമ്മച്ചി സ്കൂളിൽ പോവാത്തിന് അപ്പച്ചനെ തലക്കിട്ടടിച്ച്. പരുന്തേട്ടാ, എന്റെ അപ്പച്ചൻ. പരുന്തേട്ടാ,
എന്ത് പറ്റി? തന്മാത്ര തെറ്റിപ്പോയി. എന്ത്? അൽഷിമേഴ്സ്. എടി മരകേറി എന്താണ് കാണിച്ചത്? கீழே போட சொன்னல கீழே போட പറഞ്ഞ തലയിലാണോ എടുത്തത്? எடி பொடியில உன் பொண்டாட்டிக்கிட்டு வச்சுக்க. ஆமா இதெல்லாம் கேட்க நீங்க யாரு? போயா வந்துட்டானுங்க. മെഡലും കുത്തി വന്നപ്പോ മടല് വീണത് പെടലിക്കാണല്ല. നീ അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ഇത് യാരെന്ന് തെരിയുമാ? இந்த வீடோட மாலிக் നന്ദഗോപാൽ செட்டியார். யாரு? ചെട്ടിയാര്. ചെട്ടിയാരി ചേർത്താൽ ഇവിടെ ഒരു വെയിറ്റ്. யாராருன்னா எனக்கு என்ன? ഈ പെരുങ്കളി എന്റെ വാങ്ങിച്ചിട്ടേ അടങ്ങുള്ളൂ. യോ വേണ്ടാതീനം പറഞ്ഞ ഈ ചെമ്പകത്തിന് തനി സ്വഭാവം കാണും. അത് ശരി, അപ്പൊ മലയാളിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? മലയാളി ആയതുകൊണ്ടല്ലേ വേറൊരു വീട്ടിൽ കക്കാൻ കയറിയത്. ഞങ്ങള് വരുന്നോണ്ട് ഈ വീടും പറമ്പൊക്കെ ഇതുമാതിരി കിടക്കണത്. ഇല്ലെങ്കിൽ ഈ കഥകും ജനലൊക്കെ തിരടന്മാരെടുത്തോണ്ട് പോയേനെ. ആരായി ഞങ്ങള്? ഓഹോ, അപ്പൊ സംഘം ചേർന്നുള്ള കളവാണല്ലേ? എല്ലാരും പോലീസ് സ്റ്റേഷൻ കയറ്റി ഞാൻ. പോയാ ഇനി ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തിയാ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിച്ചോളൂ. അതിനു മുൻപ് നോക്കിക്കോ. മുനിയമ്മ, വേപ്പമാരി മുനിയമ്മ, இந்த வீட்டுக்கு சொந்தக்காரங்க வந்து எங்களை துரத்துறாங்க. பாத்துக்குமா. வரட்டுமா? வா அக்கா. யாரு? പൂട്ടിക്കിടക്കുന്ന വീടിനകത്ത് ഏതാണ് ഈ മുനിയമ്മ? ഒരുപക്ഷെ ഭാർഗവി നിലയത്തിലെ ഭാർഗവി കുട്ടിയെപ്പോലെ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ ഊഞ്ഞാല് കാണുന്നില്ലല്ലോ. അതവള് വെറുതെ നമ്പർ അടിച്ചായിരിക്കും. അല്ല, തുറക്കാൻ വരട്ടെ. ഈ വീടിനെ കുറിച്ചും അവള് പറഞ്ഞ മുനിയമ്മയെ കുറിച്ചും ഈ പരിസരത്ത് ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് പോരെ? മുനിയമ്മയാണോ കുയിലമ്മയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഏതൊക്കെയോ പ്രേതങ്ങൾ അതിനകത്ത് സ്ഥിരതാമസം ഉണ്ടെന്നുള്ളത് ഉറപ്പാ. രായപ്പൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ മുഴുവനോട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അയ്യേ, അങ്ങനെ മുഴുവത്തോടെ യക്ഷികൾ നടക്കില്ല. വെളുത്ത സാരി ഉടുത്ത് മുടിയെ കഴിച്ചിട്ട് നടക്കൂ. അഴിച്ചിട്ട ഒരു പിടി തിരുപ്പൻ ഒരിക്കൽ എനിക്ക് വരാന്തേന്ന് കിട്ടി. തൊരപ്പനല്ല, തിരുപ്പൻ. അല്ല, യക്ഷികൾ തിരുപ്പനും വെക്കൂ? അതൊന്നും അല്ല, പൂട്ടിക്കിടന്ന വീടല്ലേ. വല്ല അലവലാതി പെണ്ണുങ്ങളെ കൊണ്ട് ഏതെങ്കിലും തെണ്ടിപ്പയ്യന്മാര് ഗാന്ധർവം കൂടിയതായിരിക്കും. ഏയ്, അതൊന്നുമല്ല. ഇത് യക്ഷി തന്നെ ഉറപ്പാ. അതെങ്ങനെ രായപ്പൻ അറിയാം? രാത്രിയാവുമ്പം അതെന്താ? അത് കാറ്റ് പാലപ്പൂവിന്റെ മണമാ. അതങ്ങോട്ട് കഴിയുമ്പം എന്താ കാള കൊലച്ചിട്ടോണോ നടക്കുന്നേ? ഇത് യക്ഷി പാദസരത്തിന്റെ ശബ്ദമാ. കറക്റ്റ്. യക്ഷികൾ ജനിച്ച കാലം മുതലുള്ള ശബ്ദമാണിത്. അവർക്ക് കൊലുസ് വേണമെന്ന് നിർബന്ധം. പക്ഷെ ചെരിപ്പിടൂല. കാരണം കാല് താഴെ മുട്ടില്ലല്ലോ. അതുകൊണ്ടാ. മല്ലി, മുല്ലേ, കനകാംബരം. ராய்பண்ணே, யார் இவரு? புதுசா வந்த காதல் ஹீரோ மாதிரி இருக்கு. உங்க பேர் என்னங்க? പ്രൊഫസർ ഭാസ്കർ. உங்களே இல்லைங்க, இவரு നന്ദഗോപാൽ. அருமையான பேரு. എന്നുവെച്ചാ എരുമക്കിടാൻ പറ്റിയ പേരെന്ന്. ஏய் ராய்பண்ணா, எப்ப பாக்கலாம்? എന്റെ മാനം കെടുത്താതെ പോടി. മായക്കണ്ണ, കന്നത്തില് പൊളി വരട്ടാ. ഇതവളല്ലേ ആ മരം കയറി കള്ളി? ഏതോ ആളില്ലാത്ത വീട്ടിൽ കയറി ടിവിയും ടേപ്പ് റെക്കോർഡറൊക്കെ അടിച്ചോണ്ട് പോയേണ്ടാ. ഇത് അടിച്ചോണ്ട് പോണേന്നുമല്ല, അവൾ ഈ ഏരിയയിലെ ഇലക്ട്രോണിക് മെക്കാനിക്കാ. അവക്കറിയാത്ത പണികളില്ല. ഇവള് കൂടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അമ്മ ചത്തുപോയി, അച്ഛനുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്ങാനും വരും. പൊള്ളാച്ചിലേതോ കടയിലെ കണക്കപ്പിള്ളയാ. അല്ല രായപ്പണ്ണ, ഇവിടെ ബ്രോക്കർമാരെ ആരെങ്കിലും കിട്ടുമോ? ഈ വീട് അങ്ങനെ ഇങ്ങനെ ഒന്നും വിൽക്കാൻ പറ്റൂന്ന് തോന്നണില്ല. 10-25 കൊല്ലമായിട്ട് ഏതൊക്കെയോ ദുഷ്ടപ്രേതങ്ങൾ സ്ഥിരതാമസമാക്കിയ വീടാ. വെറുതെ അല്ല നിന്റെ അമ്മാവൻ ഈ വീട് വെക്കാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചത്. തട്ടിപ്പോട്ടെ എന്ന് കരുതി കാണും. പോണെങ്കി പോട്ടെ, എന്തായാലും ഞാനിത് വിറ്റിട്ടേ പോണുള്ളൂ. ഞാനിത് വിറ്റാലും പോണില്ല. എവിടെ പോവാൻ? സംബന്ധം കൂടാൻ സൗകര്യമായിട്ടൊരു സ്ഥലമായിരുന്നു. ഇവന്മാരായിട്ട് അത് ഇല്ലാതാക്കുവോ? ഇല്ലാതാക്കും. ആ വീട് വിപ്പിക്കരുത്. രായപ്പണ്ണ എന്റെ കൂടെ നിക്കോ? ഞാനെന്തിന് നിന്റെ കൂടെ നിക്കണ്? നിനക്കവിടെ നിന്ന് ചക്ക മാങ്ങയൊക്കെ കക്ക. എനിക്കെന്ത് കാര്യം? എന്താന്നോ? എല്ലാം എനിക്കറിയാം. നിനക്കെന്തോ അറിയാ? ചൊല്ലട്ടുമാ? ചൊല്ല്. മല്ലി, മുല്ല, കനകാംബരം.
ചുണ്ടിപ്പൊട്ടികൾക്ക് ഉറക്കമില്ല. മര്യാദക്ക് കുറച്ചാ പോരാ. നീ വല്ല മിമിക്രിക്കാരായിരിക്കോ? ആരാ? ഇതാരാ ഈ കിടക്കണത്? ഒരു കർമ്മനോടെ കിടക്കണം. അത് പരുന്തിന്റെ നിഴല് തന്നെ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇത്രയും കറുത്തതല്ലല്ലോ. എന്തിനാ തിരിയും കത്തിച്ച് ഡെഡ് ബോഡിക്ക് കാവലിരിക്കുന്ന പോലെ ഇരിക്കുന്നേ? കിടന്നുറങ്ങാൻ നോക്ക്. പായൽ की आवाज अभी तक सुना नहीं. അത് എന്താ പറഞ്ഞ? ഗജ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. മലയാളത്തിൽ പറയൂ. കൊലുസിന്റെ ശബ്ദം ഇതുവരെ കേട്ടില്ല. അത് ശരി. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. കിടന്നുറങ്ങണോ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മലയാള ഭാഷയെ പറഞ്ഞാ മതി. എല്ലാ ഭാഷ യക്ഷികൾക്ക് അറിയാന്ന്. യക്ഷിയുടെ കാര്യമല്ലടോ, മനുഷ്യന്റെ കാര്യം പറഞ്ഞതാ. മനുഷ്യന്റെ കാര്യം മനുഷ്യനോട് പറഞ്ഞെന്തിനാ? അമ്മേ ഭഗവതി രക്ഷിക്കണേ. വിളക്കൂതി അറിയോ? അല്ല, പ്രേതം വന്ന് വിളക്കൂതി. പ്രേതൊന്നും അല്ലല്ലോ, എന്താണെങ്കിലും കൂതി. കേട്ടാ കൊലുസിന്റെ ശബ്ദം? തോന്നുന്നതായിരിക്കുന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായി? ഇനി പാട്ട് കേൾക്കും. ഒന്നില്ലെങ്കിൽ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടുവരും, അല്ലെങ്കിൽ നിഴലായി. ധൈര്യമായിട്ട് നീ മുന്നിൽ നടന്നു. പിന്നിൽ ഞാനുണ്ട്. മുനിയമ്മ വന്ന നീ സ്ട്രോങ് ആയിട്ട് നിന്നാ മതി. അറ്റ കൈക്കൊരു ക്രിയയുണ്ട്, അത് ഞാൻ നടത്തിക്കോളാം. അതെന്ത് ക്രിയ? നിന്റെ ശേഷക്രിയ. ഒന്ന് പോടോ. വലത് കാല് വെച്ചിറങ്ങേ. ചിലപ്പോ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിലേ. യക്ഷിയുടെ കാല് തറയിൽ മുട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. ആരോ ടോർച്ചടിച്ചു. അത് ഞാൻ തന്നെയാ. എന്നത്? കത്തി. ഇതെന്തിനാ? അവള് ചുണ്ണാമ്പ് കഴിക്കും. എന്നിട്ട് ചുണ്ണാമ്പ് എവിടെ? ചോക്കുണ്ട്, ചോക്ക്. ഇത് മതി, മനസ്സിലാവില്ല. രാത്രിയല്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, അങ്ങോട്ട് പോവാം. എന്നടി, ഇന്ത്യ മുഴുവൻ ചുറ്റി സകല ഭാഷയും പഠിച്ചവനാണ് ഞാൻ. ഹക്കിക്കൈന കനിപ്പിൻസതെ കത്തി. അവിടെ ഒരു ഗർഭിണിയായ യക്ഷിയെ കണ്ട്. മുനിയമ്മയുടെ ഭർത്താവ് തന്നെ. അതാരാ? മുനിയാണ്ടി അല്ലാതാരാ? ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല. പോവാ. എടാ, നീ ബാഗ് എടുത്താ? ബാഗോ? എടാ, പള്ളി വാല് കൊടുക്കണം. വാല് കൊടുക്കണം. വേണ്ട, ഈ ചുക്ക് കാപ്പി അങ്ങ് കുടിച്ചേ. പേടിപ്പനി ഇങ്ങ് പുറത്ത് ചാടട്ടെ. എനിക്കാ പേടിയാ. ഒന്ന് പിടിച്ചേ. തീ വളയത്തിന്റെ ഉള്ളിലൂടെ അത് കിടന്ന് സൈക്കിൾ കൊണ്ട് പറക്കുന്നവനായി പരുന്ത്. തെരിയുമാ? ഇന്നലെ രാത്രി മുറ്റത്ത് മുള്ളിയന്റെ മണം ദൂരെ പോയിട്ടില്ല. മുറ്റത്ത് മുള്ളിയ മണമില്ലെന്ന കാരണന്മാര് പറയുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ വീട് താമസിക്കാൻ കൊള്ളൂലെന്ന്. ജീവനോടെ കാണാൻ പറ്റിയത് എന്നെ ഭാഗ്യം. இந்த பேய் பிசாசெல்லாம் பொய்யுங்க. நான் சுடுகாட்டு உள்ள படுத்து கிடந்திருக்கேன். எந்த பிசாசையும் நான் பார்த்ததில்ல. അത് ഇവനെ കണ്ട് പേടിച്ചിട്ടായിരിക്കും. சிரிக்காதீங்க. എന്നാ നീ കൊണ്ടുപോടാ വീട് മേടിക്കാൻ ആളെ. കൊണ്ടുവരங்க. അതിനു മുമ്പ് വല്ല മന്ത്രോ കൂടോത്രോ ചെയ്ത് ഇവിടത്തെ പേയ്കളെല്ലാം വല്ല കുപ്പിയിലോ കുടത്തിലോ അടച്ചില്ലെങ്കിൽ ആയുഷ്കാലം ഈ വീട് വിൽക്കാൻ പറ്റുമെന്ന് നീ മോഹിക്കണ്ട. എന്തായാലും ബാലുവിനെ ഒന്ന് വിളിച്ചു പറയാം. ചെർപ്പളശ്ശേരിയിലെ ചക്രവാണി മന്ത്രവാദിയും കൊണ്ടിട്ട് വരാം. ചക്രവാണി ആശാന അസല് ചുട്ട കോഴിയെ ഇരുന്ന ഇരിപ്പിന് തിന്നുന്ന ആളാ. ബാധകളെ കൊണ്ട് ചോര തൂറിപ്പിച്ച അടങ്ങൂ.
സുബ്രഹ്മണ്യമായ നമഃ സ്വാഹ സ്വാഹ. ചോരയുടെ മണം പടരുന്നു നാം അറിയുന്നു. ആഗ്രഹങ്ങളെ മനസ്സിലടക്കി നടക്കുന്ന ആത്മാവിനെ നാം കാണുന്നു. പക്ഷേ ആ ആത്മാവ് ശിക്ഷകനല്ല, രക്ഷകനാണ്. ഇവിടെ ഭയപ്പെടുത്തിയ ശക്തികൾ പ്രേതങ്ങളോ ബാധകളോ അല്ല, മനുഷ്യശക്തികളാണ്. അതിലൊന്ന് സ്ത്രീ രൂപം, മറ്റൊന്ന് പുരുഷൻ എന്ന് തികച്ചും പറയാനാവില്ല. 5 അടി 3 ഇഞ്ച് പൊക്കവും കഴുത്തിന് നീളവുമുള്ള ഒരു കൃഷഗാത്രൻ. സ്ത്രീരൂപം അവള് തന്നെ. ആര്? ഞാൻ പറഞ്ഞില്ലേ ഒരു മരങ്കരെ കുറിച്ച്. അത് കറക്റ്റ്. പക്ഷെ 5 അടി 3 ഇഞ്ച് കഴുത്തിന് നീളമുള്ള കൃഷികാത്രനാര്? ആദ്യത്തെ പ്രയോഗം അവന് തന്നെ ആട്ടെ ആശാനെ. അവൻ എരിപുരി സഞ്ചാരം കൊണ്ട് പൊളയണം. ശത്രുസംഹാര പുഷ്പാലങ്കൃതേ. എങ്ങൾക്ക് ഭയമാക്കണ്ട. എല്ലാരും പോണോ? ഓം ക്രീം സ്വാഹ. കൃഷഗാത്ര പ്രതിയോഗിയെ മനസ്സിൽ 3 വട്ടം ധ്യാനിച്ച് ഉടയ്ക്കുക. ഇതത്ര കഷ്ടങ്ങളായി നുറുങ്ങുന്നുവോ അത്രയും കഷ്ടങ്ങളായി അവന്റെ എല്ലുകൾ നുറുങ്ങട്ടെ. അശ്വിനി. ഓം ക്രീം സ്വാഹ. ഓം ഹ്രീം സ്വാഹ സ്വാഹ. ഓം ഹ്രീം സ്വാഹ സ്വാഹ. എന്നോടിച്ചടങ്ങോ. ഓം ഹ്രീം സ്വാഹ സ്വാഹ. അയ്യോ ഉടക്കല്ലേ, തേങ്ങ ഉടക്കരുത്. അടിയന്റെ എല്ലാം ഒടിക്കരുത്. ഉല്ലുക്ക പട്ടേ. അപ്പൊ നീയാണല്ലടാ കൃഷകാത്രൻ. എല്ലാം അവള് പറഞ്ഞിട്ട് ചെയ്തതാ. ആര്? ചെമ്പകം. എന്നിട്ട് അവളെവിടെ? ഇങ്ങോട്ട് കേറി വാടി. ആ സ്ത്രീ രൂപത്തെ ഇങ്ങോട്ട് വിളിക്കൂ. ഇവിടെ വരാൻ ഒരു താങ്ങ് തരൂ പറ്റേ. വാടി ഇവിടെ. ഇവിടെ വരാൻ. ഈ വീട്ടിലെ പാതിരായ യക്ഷി നീയാണല്ലേ? ഇയാളുടെ പ്രാണം പോയാൽ നീ സമാധാനം പറയൂ. പെട്ടെന്നൊരു ദേഷ്യത്തിന് അറിയാതെ ചെയ്തു പോയതാ. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം സ്വാമി. മാപ്പ് തരണം. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈശ്വരനാ. മഞ്ഞപ്പുടവ ചുറ്റി മഞ്ഞൾ വെള്ളത്തിൽ കുളിച്ച് മാരിയമ്മൻ ക്ഷേത്രത്തിൽ 101 തവണ ശയനപ്രദക്ഷിണം ചെയ്യണം. തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അതാണ്. ചെയ്യാം. എന്നാ പോയിക്കോളൂ. അല്ല, അവൾ അങ്ങനെ വിട്ടാൽ എങ്ങനെയാണ്? ഭോജന പ്രായശ്ചിത്തം ചെയ്യണം. ഭോജനം. ആ അതെ അതെ, പഞ്ചഭൂതങ്ങൾക്കും ദ്വാരപാലകനും ഭക്ഷണം കൊടുക്കണം. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അടിയൻ ചെയ്തോളാം. യാതമ്പലത്തിലാണ് കൊടുക്കേണ്ടത്. അമ്പലത്തിലല്ല, ഈ ഭവനത്തിലാണ് ചെയ്യേണ്ടത്. അതും തെറ്റിന് പ്രേരിപ്പിച്ച ആള് തന്നെ ചെയ്യണം അല്ല ആശാനെ? അതെ അതെ. എന്താണ് വേണ്ടത്? പായസോ ചോറോ? ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ. ചിക്കൻ ബിരിയാണിയോ? പഞ്ചഭൂതങ്ങളും മത്സ്യമാംസാദികൾ കഴിക്കുവോ? ബെയ്തുൽ അൽസലാം എന്ന ഈ വീടിനകത്തുള്ള ഭൂതങ്ങളെല്ലാം മുസ്ലിങ്ങളാണ്. കൊണ്ടുവരാം. ബുഹാരി ഹോട്ടലിൽ നിന്ന് മേടിച്ചാൽ മതിയോ? മതി മതി. ഏതായാലും കുറച്ച് കൂടുതൽ വാങ്ങിച്ചു. അതിലൊരു ഭൂതം കൂടുതൽ കഴിക്കുന്ന ആളാ. ദ്വാരപാലകന് പ്രത്യേകമായിട്ട് 1 കുപ്പി ബ്രാൻഡിയും ചിക്കൻ ഫ്രൈയും നിർബന്ധം. എപ്പോഴത്തേക്കാ കൊണ്ടുവരേണ്ടത്? നാളത്തെ മധ്യാഹ്ന ഭോജനം തന്നെ ആയിക്കോട്ടെ. ശരി, കൊണ്ടുവരാം സ്വാമി. എന്നാ പോയിക്കോളൂ. ഞാനും അങ്ങോട്ട്. എങ്ങോട്ടെങ്കിലും പോവൂ. വേണ്ട, ആഘോഷം വേണ്ട. അവൾക്കൊരു ശിക്ഷ ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതിനൊക്കെ കൂട്ടുന്നത്. ഫട്ട് സ്വാഹ. ഒന്നും മനസ്സിലാവില്ലല്ലോ. തമിഴാ ഇത്? അല്ല ആശാനെ, ഇന്നലെ രാത്രി രക്ഷകനായ ഒരു ആത്മാവിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് സത്യമാണോ? അത് സത്യ. പക്ഷേ പഞ്ചഭൂതങ്ങൾക്കുള്ള ഭോജനം പറഞ്ഞത് ഈ പരുന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ടാ. അയ്യോ, അവളാന്ന് തോന്നുന്നു. കളയാനത്ത് അവിടെ വെച്ചോളൂ. ഇതൊന്ന് പിടിച്ച്. ദ്വാരപാലകനുള്ള സ്പെഷ്യലാ. കുടാ. കട്ട്ളപ്പടിമ വെക്കരുത്. അകത്തേക്ക് പോന്നോളൂ. വാങ്ങടാ.
കുട്ടിച്ചാത്തന്മാരൊക്കെ പുറത്ത് നിന്നാ മതി. കുട്ടി മാത്രം ഇങ്ങോട്ട് വരിക. ആ ദേ ഈ മുറിയിലേക്ക് വെച്ചോളൂ. അവിടെ വെച്ചോളൂ. ഇവിടെ വെച്ചോളൂ. ഇവിടെ ഓം പഞ്ചഭൂതായ നമഃ ദ്വാരപാലകായ നമഃ പ്രസീദ പ്രസീദ. ഓ പ്രസീദം വന്നിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളും ദ്വാരപാലകനും ഇത് എപ്പോഴാ കഴിച്ചു കഴിയും സ്വാമി? അല്ല, ചരുവം പക്കത്തെ വീട്ടിലെ അക്കാവോട് വാങ്ങിയതാ. അത് തിരിച്ചു കൊടുക്കണം. ഒരു 2-2.5 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ശരി. പങ്കട പോളാം. അടച്ചോനെ, വയറ് നിറഞ്ഞിട്ട് ശ്വാസം വിടാൻ പറ്റണില്ലല്ലോ. ഓസിന് കിട്ടിയെന്ന് വെച്ചേ വയററിയാതെ വെട്ടി വിഴുങ്ങുമ്പോ ഓർക്കണേ. നിനക്ക് എവിടെന്നാ ബക്കറ്റ് കിട്ടി? അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടു. എടാ നീ എന്താ ഒന്നും കഴിക്കാഞ്ഞേ? എനിക്കെന്തോ അതിന്റെ സ്മെൽ അങ്ങ് പിടിച്ചില്ല. സ്മെല്ല് പിടിച്ചിട്ടില്ല എന്നാ? ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ കറങ്ങി നടന്നിട്ട് ഇത്രയും സ്മെല്ലുള്ള ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. അല്ല ശനെ, നമുക്ക് ഈ ബിരിയാണി പ്രായച്ചിത്തം ഒരാഴ്ചത്തെ കൂടി നീക്കിയല്ലോ. ഞാനും അത് ആലോചിക്കാറില്ല. പക്ഷെ കുഴൽമന്നത്ത് മറ്റന്നാൾ എനിക്കൊരു ഒഴിയാപാത ക്രിയുണ്ട്. അവിടെ ചിക്കനാ? അല്ലല്ല, അവിടെ മട്ടൻ. ഇപ്പൊ എങ്ങനെയുണ്ടാ? ഒന്നും പറയാറായിട്ടില്ല. തമിഴ് ചിക്കൻ ബിരിയാണി അവന് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ആ എത്തിയോ? പഞ്ചഭൂതങ്ങളും ദ്വാരപാലകനും ഭോജനം കഴിച്ചോ? കഴിച്ചു, വയറ് നിറച്ച് കഴിച്ചു. പക്ഷെ എരിവിത്തിരി കൂടിയോന്നൊരു സംശയം. അല്ല, മുറിയുടെ അകത്തുനിന്ന് എന്നൊരു ശബ്ദം കേട്ടു, അതുകൊണ്ട് പറഞ്ഞതാ. കടുവളെ കൊഴപ്പാകുവോ? എന്താ? പഞ്ചഭൂതങ്ങളായതുകൊണ്ട് പ്രശ്നം എടുക്കാതില്ലേ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇല്ല, അത് ബിരിയാണി വാങ്ങിച്ചോണ്ട് വരുമ്പോ ഞാൻ ഇത്തിരി കഴിച്ചു നോക്കി. ഉപ്പ് പോരാൻ തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടു. അത് ശരി. പക്ഷെ അത് സർഫിന്റെ പൊടിയായിരുന്നു ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. നന്ദഗോപാല, ഒരു ബക്കറ്റ് വെള്ളം ഏടാ ഹെൽത്ത് വേണോടാ, ഹെൽത്ത്. മോനെ, ഇതിലൊരു 1.5 ബക്കറ്റ് വെള്ളം എടുത്തേ. അയ്യോ, തണുത്ത വെള്ളം. யாருங்க? நாங்க இந்த வீடு வாங்குறதுக்கு பார்க்க வந்திருக்கோம். இங்க யாருமே இல்லையங்க. கோயினியே எங்க போயிருக்கு? வயிற்று டாக்டரை பார்க்க போயிருக்காங்க. ஏய், அதுக்கு என்னடா, நான் இருக்கேன்ல. நான் காட்டுறேங்க, வாங்க. நீங்க யாரு? அடுத்த வீட்டு பொண்ணுங்க. ஏய், பக்கத்து கிளினிக் தானே போயிருக்காங்க, போய் அவங்களை கூட்டிட்டு வா. சொல்றல, போ. வாங்க, நீங்க வாங்க சார். இது வேற தொடப்பம் வாசல்லே வச்சிருக்கு, அவசர மாதிரி. வாங்க வாங்க வாங்க, நீங்க வாங்க மேடம். இதுதான் ஹால். உங்க குழந்தைங்களுக்கெல்லாம் ஓடி ஆடி விளையாடலாம் சார். ஃபேன் போடாமலே நல்லா காத்து வருவீங்க மேடம். ஐஸ்வர்யமான வீடு மேடம். வாங்க வாங்க வாங்க. അവളെ അകത്തേക്ക് കടത്തി വിടാൻ ആരാ നിന്നോട് പറഞ്ഞു? ഇപ്പൊ അവർക്ക് സർഫ് കലക്കി കൊടുക്കുവാ. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും, ഉറപ്പാ. மொத்தம் எத்தனை ரூம் இருக்கீங்க? ஐயோ, நிறைய ரூம் இருக்கு சார். பூஜா ரூம் கிதர? பூஜா സാർ, ഇതാ പൂജ റൂം. ഇതാ. എങ്ങനെയുണ്ട് സാർ, വീട് ഇഷ്ടായോ? ഞാൻ ഡ്രൈവറാ. മൊബൈലും പിടിച്ച് ആളെ പറ്റിക്കുക. അയ്യോ, എപ്പോഴാണ് ഞാൻ ഇവർക്ക് വീട് ചുറ്റി കാണിക്കാണ്. അതൊക്കെ ഞങ്ങൾ കാണിച്ചോളാം. നീ ഇവിടെ ഇറങ്ങിയേ. ഇറങ്ങടി പുറത്ത്. മുടിയാത് പുറത്തേക്ക് ഇറങ്ങടി. என்ன வெளியே சொல்லுங்க.
अरे भगवान ये क्या है? ഇതുകൊണ്ട് അഭ്യാസമാണെന്നേ. ഇങ്ങോട്ട് വാടി 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 ഇങ്ങോട്ട് പറഞ്ഞേ. ஐயோ எனக்கு என்னாச்சு? யாரு வேப்பமாரி முனியம்மா? मुनियम्मावा? अയ്യോ भूत है? कोई नहीं है. नंबर नंबर क्या नंबर? ഇങ്ങോട്ട് മാറി സെഡ്ജി. ഈ വീട് ആരും വാങ്ങാതിരിക്കാനുള്ള അവളുടെ നമ്പറാണ്. ഞങ്ങൾ 5-6 പേര് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. நீங்கெல்லாம் ஆம்பளைங்க தானே? பொம்பளைங்க மேலதான் முனியம்மா விளையாடும். ഇവൾ പറയുന്നത് പച്ചക്കള്ളമാണ്. മാറിക്ക് മാറിക്ക്. ഇത്താത്തൊന്ന് കേറിക്ക്. അതല്ല ഇത്താത്തൊന്ന് കേറി നോക്കിക്കേ. चलो चलो. नहीं चाहिए चलो. നിങ്ങളൊന്ന് നിൽക്കി. नहीं चाहिए. കേട്ടുപോയി. നിന്നെന്ന് ഞാൻ കൊല്ല പോറിയാ? കൊല്ല് കൊല്ല്. ചത്താലും ഇയാളെ കൊണ്ട് ഈ വീട് ഞാൻ വിപ്പിക്കില്ല. ചെമ്പകമാ പറയാ. നമുക്ക് കാണാം കാണാം കാണാം. ഒരു കണക്കിനായി ഈ വീടൊന്നും വന്ന് നോക്കാൻ ആ സേട്ടുവിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത്. അവര് കാലത്തെ എത്തുമെന്നറിഞ്ഞെങ്കിൽ ഞാനിവിടെ കാത്തു നിന്നേനെ. നമുക്ക് അയാളെ കണ്ട് ഒന്നുകൂടി സംസാരിച്ചു നോക്കിയാലോ? ഓ അയാളിനി ഈ ഏരിയയിൽ കാലുകുത്തൂന്ന് തോന്നണില്ല. എല്ലാ ഭദ്രകാളി തകർത്തില്ലേ? എനിക്ക് വയറ്റ് വേനായിട്ട് ആശുപത്രി കിടന്ന അവളുടെ നല്ല കാലം. സേട്ടുവിന്റെ അടികൊണ്ട് എന്റെ കണ്ണും തലയും കറങ്ങോണ്ടാ. അല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ. ഒരുപാട് സ്വപ്നങ്ങളും കണ്ടു വന്നതാ. നാട്ടിൽ സ്വന്തമായിട്ടൊരു വീട്, മായയുടെ കല്യാണം ഒക്കെ ശരിയായി സമാധാനിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. എല്ലാം നല്ലതല്ലാന്ന് കരുതിയാ മതി. അത് തന്നെ. നീ ഒരു കാര്യം ചെയ്യ്. അമ്മേനെയും മായനെയും കൂട്ടിക്കൊണ്ട് വന്ന് കുറച്ചു ദിവസം ഇവിടെ താമസിപ്പിക്കാം. അത് ശരിയാണ്. അവര് വന്ന് അടിച്ചു തുടച്ച് കുറച്ചു ദിവസം ഇവിടെ താമസിക്കാം. വീടിനൊരു ഐശ്വര്യം ഉണ്ടാവും. സ്ത്രീകൾക്ക് താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്നുള്ള ചീത്ത പേരും മാറിക്കിട്ടും. അമ്മ എത്തി. വീടെത്തി. അവരൊക്കെ എവിടെ? ഭയങ്കര കുക്കിങ്ങിലാ. എടാ ഇടുക്കി പാക്ക് എടുത്തോ. എടുക്കാം. ഇതാ അമ്മ വീട്. അമ്മേ 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 എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല. ലൂക്കോസ് കൊടുത്തപ്പോ കുറവുണ്ട്. ഏത് റൂമിലാ? അവിടെ ലൂക്കോസാ? ആ ലൂക്കോസ്. അമ്മയ്ക്കൊന്നുമില്ലേ മോളെ? മോനെ നമുക്ക് ആ വീട് വേണ്ട, തിരിച്ചു പോവാം. എന്താ എന്താ അമ്മേ പ്രശ്നം? ഈ വീട്ടിലേക്കാ വരണെന്ന് ഒരു വാക്കിനോട് പറയായിരുന്നില്ലേ? അപ്പോഴേ ഞാൻ എന്നോട് പറഞ്ഞതാ വേണ്ടെന്ന്. കേട്ടില്ല. അമ്മയും പെങ്ങളെയും കൂടെ കൊണ്ടുവന്ന് താമസിച്ചാൽ വീട് പെട്ടെന്ന് കച്ചവടാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അതിനിപ്പോ എന്ത് പ്രശ്നമാണ് വീടിനുള്ളത്? വേണ്ട വേണ്ട, ഇനി ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. എന്റെ പൊട്ടബുദ്ധിക്കാ ഞാൻ നിങ്ങളുടെ പേരിൽ ഈ വീട് വാങ്ങിയത്. വീടിന് ഞാൻ വിട്ടോളാം. പറയുന്നിടത്ത് കൈ ഒപ്പിട്ടേക്ക് തന്നാ മതി. ഇവിടുത്തെ ബില്ല് എത്രയാണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് വേഗം ഇറങ്ങിക്കൂ. ഞാൻ വന്ന കാലത്തന്നെ തിരിച്ചു പോവാം. അല്ല, അബ്ദുള്ള സാഹിബ് ഇവിടെ? മരിച്ചുപോയ രാഘവന്റെ ആത്മാവ് കൂട്ടിക്കൊണ്ടുവന്നാന്ന് കരുതിക്കോ. ഇല്ലേല് തന്റെ കള്ളക്കളി കണ്ടിട്ട് പടച്ചോനായിട്ട് തോന്നിച്ചാണെന്ന് കൂട്ടിക്കോ. മാധവി, ഇങ്ങളെ ധരിപ്പിച്ചേക്കണ പോലെ ഈ വീടും പറമ്പ് ഇയാള് വാങ്ങിച്ചതല്ല. അന്റെ കെട്ടിയോൻ കുരുവി കൂട് കൂട്ടും പോലെ കുറേശ്ശെ ഞമ്മക്കയച്ചു എന്ന കാശുകൊണ്ട് വാങ്ങിച്ചത്. സ്വന്തമായിട്ടൊരു വീട് രാഘവന്റെ കിനാവായിരുന്നു. ആ കിനാവാണ് അവൻ വിറ്റ് കാശാക്കാൻ നോക്കണത്. നിങ്ങളെ കൂടപ്പുറപ്പല്ലേ എന്ന് വിശ്വസിച്ച് ഇയാളെ ഏൽപ്പിച്ചതാ അതിന്റെ കടലാസുകള്.
ഏട്ടാ അതെ, നിനക്കും വെറ്റുകൾക്കും വേണ്ടി ഞാൻ എത്രയാ ചെലവാക്കിയിട്ടുള്ളത് അറിയോ? ആണാ പൈസ തെറ്റാതെ ഞാൻ കണക്കെഴുതി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടാൻ ഈശ്വരൻ കാണിച്ചെന്ന ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പടച്ചവനായിട്ട് വാരിക്കോരി തന്നിട്ടുണ്ടല്ലോ അതെനിക്ക്. അതിൽ നിന്ന് ഒരു പിടി പെങ്ങക്ക് കൊടുത്തതിന് കണക്ക് പറയാ. പടച്ചവൻ തന്നോട് പൊറുക്കില്ലെന്നായരെ. പൊറുക്കണ്ട. എന്നാലും അമ്മാവൻ ഞങ്ങളോട് ഈ ചതി ചെയ്യരുതായിരുന്നു. ഓഹോ, തന്തയുടെ മുതലാണെന്ന് പറഞ്ഞപ്പോ അമ്മാവൻ ചതിയനായല്ലേ? ഭാനുമതി പറഞ്ഞത് നേരാ. പാമ്പും കൂട്ടത്തിനെയാണ് ഞാൻ പോറ്റി വളർത്തിയത്. എന്നെ തന്നെ കടിക്കണം. അനുഭവിച്ചു. അച്ഛന്റെ കൊട്ടാരത്തിൽ അമ്മയും മക്കളും കൂടെ സുഖമായിട്ട് ജീവിച്ചു. പിന്നൊരു കാര്യം, കൂടപ്പിറപ്പാണെന്നുള്ള ബന്ധം ഇതോടെ അവസാനിച്ചു. ഇനി ഏട്ടാന്ന് വിളിച്ചോണ്ട് എന്റെ വീട്ടുമുറ്റത്തെ കാല് കുത്തരുത്. വരട്ടെ രാത്രി. നിങ്ങൾ വിഷമിക്കണ്ട. കുട്ടികളെയും കൂട്ടി ആ വീട്ടിൽ തന്നെ താമസിക്കും. കാണുമ്പോഴൊക്കെ രാഘവൻ നമ്മോട് പറയുമായിരുന്നു ഓരോരോ മോഹങ്ങള്. ഉയരോടെ ഇല്ലെങ്കിലും അതൊക്കെ നടക്കണമെന്ന് പടച്ചോൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഈ നേരത്തെ ഞമ്മക്കിവിടെ വരാൻ തോന്നുന്നു. രാഘവന്റെ മക്കളെ പടച്ചോൻ അങ്ങനെയൊന്നും കൈവിടില്ല. മറ്റന്നാ നമ്മള് ഹജ്ജിന് പോവാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. നമ്മള് പോയിട്ട് വരാം. പടച്ചോൻ കാക്കട്ടെ. വാ മോനെ. ഏയ് എനിക്ക് വേണ്ട. കഴിക്കണം, കഴിക്കാം. ഡോക്ടർ പറഞ്ഞു മറന്നു, ഇരട്ടകളാ. ആ, അത് ഓർക്കുമ്പോഴാ പേടി. ഒന്ന് ആണും ഒന്ന് പെണ്ണുമാണേ. ഇതുവരെ ഒന്നും കരുതി വെച്ചിട്ടില്ല. ആര് പറഞ്ഞു? അവര് ഈ ഭൂമിയിലേക്ക് വരുമ്പോ കൊടുക്കാൻ ഒരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. അച്ഛൻ പറഞ്ഞത് കേട്ടും തോന്നുന്നു. രണ്ടാളും കിടന്ന് തുള്ളാൻ തുടങ്ങി. എവിടെ നോക്കട്ടെ. അവളൊന്നും വേണ്ടുന്നില്ല. അവനാ കിടന്ന് വിളിക്കുന്നത് അമ്മയെ അമ്മയെന്ന്. അമ്മേ, അമ്മേ, എനിക്കിവിടെ ഒരു ജോലി ശരിയാക്കി തരാന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ വേണ്ടേ? ആ വീട്ടിൽ താമസിക്കണോ? അച്ഛന്റെ ആഗ്രഹം അതായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ വേണം. നമ്മുടെ വീടാത്. അച്ഛൻ നിങ്ങൾക്ക് കരുതി വെച്ച സമ്മാനം. ആത്മാവിനുള്ളിലെ ആകാശവീഥിയിൽ ആദിത്യദേവന്റെ കോവിൽ ആരംഭമാകുമീ ജീവന്റെ പാതയിൽ നീ തന്നെ കാവൽ. ഈ മണ്ണും വീടുമാണ് മക്കൾക്ക് സമ്മാനമായി കരുതിയേക്കണേന്ന് എന്താ എന്നോട് പറഞ്ഞില്ല? പഴയതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ആഗ്രഹിച്ച പോലെ ഞാനും മക്കളും ഈ വീട്ടിൽ കൂടുകൂട്ടിയിരിക്കാം. ഞങ്ങൾക്ക് കാവലായിട്ട് ഉണ്ടാവില്ലേ ഇവിടെ? സന്തോഷമായി. നീയും മക്കളും എന്നുവിടേണ്ടാണ്. സന്തോഷമായിട്ട്. പഴയതൊന്നും അവരോട് പറയണ്ട. ഞാനിവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാവലായിട്ട്. நம்ம தலைவன் போஸ்டர் சூப்பரா இருக்கு இல்லையா?
எப்படி பார்த்து நல்லா ஒட்டு பார்த்தானே ஒட்டுற എന്തായി കാണിക്കണേ எங்க தலைவருக்கு 60வது பிறந்த நாள் அதான் போஸ்ட் அடிச்சு ஓட்டிட்டு இருக்கோம். വെള്ള പൂശിയിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. ഒരു മര്യാദയൊക്കെ വേണ്ടേ? எங்க ஊருக்கு வந்து எங்களுக்கே மரியாதை கத்து கொடுக்குறியா? அண்ணே இவர் இந்த வீட்டுக்கு சொந்தக்காரர். போஸ்டர் ஒட்டதுக்கு முன்னாடி ஒரு வார்த்தை கேட்க கூடாதா? கேட்கணுமா? உங்ககிட்ட நாங்களா? இத பாரு காமெடி பண்றாரு. இத பாரு இந்த ஏரியால எவனுக்கு சொந்தமான இடமா இருந்தாலும் சரி எங்க ஐயாவோட போஸ்ட் அடிச்சு ஓட்டுறதுக்கு எவங்கிட்டையும் கேட்கணும்னு அவசியம் இல்ல. புரியுதா? ஒற்றா போஸ்டர் ஒட்ட கூடாது சொல்லடா. கிளம்பு கிளம்பு கிளம்பியா. என்ன லுக் என்ன லுக் இந்த போஸ்டர் கீச ஏதாவது கிழிச்சேன்னு வச்சுக்கோ. நாங்க போனதுக்கு அப்புறம் താറു മാറായിടുവോ ജാഗ്രത. പുരിയുതാ? പോ പോ വണ്ടിയറാ. എന്തിന്? ഇവനൊന്നും എന്റെ സ്വഭാവം ശരിക്കറിയാൻ പാടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ അവനൊക്കെ ഒറ്റപ്പാലത്തേക്ക് വരട്ടടാ. നീ തടുത്തോണ്ടാ, അല്ലെങ്കിൽ അവന്റെ ഹാൻഡിൽ ചെയ്യാൻ മട്ടോടിച്ചനെ. എന്താ? ഒന്നുമില്ല. ഏതോ തലവരുടെ പോസ്റ്റർ നമ്മുടെ ആ മതിലിന്റെ മുകളിൽ ഒട്ടിച്ച് ആകെ വൃത്തിയേടാക്കി ജന്തുക്കള്. ഞാൻ 2 കൊടുക്കണോന്ന് വിചാരിച്ചാണ്. പിന്നെ ആരോട് ഒരു വഴക്കിനും പോണ്ട. എന്തെങ്കിലും ആയിക്കോട്ടെ. വാ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ശരി. அக்கா சாணி. ஏய் என்னடா கலெக்ஷன் ரொம்ப கம்மியா இருக்கு. சாணி மாடு தானே போடணும், நான் போட முடியாதுல்ல. லூசு. ஏய் புடி போடுறா. இந்தா. என்னது? 60வது பிறந்த நாள். வாழ்க வாழ்க எங்கள் தலைவரை வாழ்க. வாழ்க அவனுக்கு. இந்த வயசுல உனக்கு பிறந்த நாள் கேக்குதாடா? நல்லா நல்லா வெட்டி துண்டு துண்டுமா ஆக்கணும்டா. நோய் എന്താ മോളെ നീ കാണിച്ചേ? അച്ഛൻ കണ്ടില്ലേ ആ ദുഷ്ടന്റെ 60ാം പിറന്നാൾ അത്ര. ഇനി എന്തിനാ പകയം വെച്ചോണ്ട് നടക്കണേ? എല്ലാം മറന്നു കള. മറക്കാനോ? ഉയരുള്ള കാലത്തോളം മറക്കില്ല ഞാൻ. டேய் என்னடா பண்ணி வச்சிருக்கானுங்க? எவன்டா இந்த மாதிரி செஞ்சது? டேய் நிறுத்துங்கடா நிறுத்துங்கடா. யாரா அவன்? டேய் டேய் எவன்டா இந்த மாதிரி செஞ்சு வச்சிருக்க? டேய் இந்த மாதிரி டேய் வாடா. டேய் அவனோட வேலையா தான் இருக்கும். வாடா. மலையாளத்தான் வெளியே வாடா. வெளியே வாடா. ஏய் வெளியில வாடான்னா இறங்கி போறாங்க. എന്താ കാര്യം? என்னவா? எங்க தலைவர் போஸ்ட் மேல என்னடா பண்ணி வச்சிருக்க? என்னாச்சு? என்னாச்சா? டேய் வாடா வாடா. பரதேசி வந்து பாறா. என்னடா அது? எங்க தலைவர் மூஞ்சில சாணி அடிக்கிற அளவுக்கு உங்க தைரியம் வந்துருச்சா? எனக்கு தெரியாது. என்னடா பொய்யா சொல்ற? ஏய் சொல்டா. சாணி பூசுற அளவுக்கு தைரியம் வந்துருச்சா? சொல்டா சொல்டா. அதான் அவனுக்கு தெரியாம சொல்றேன்ல, அப்புறம் ஏன் அடிக்கிறீங்க? நாய சொல்றீங்க. ஏய் விடுறா பாமி. അവന്റെ അമ്മായി നമ്മുടെ പോസ്റ്റർ. நினைக்காத. திரும்பி வருவோம்டா. வந்து நாங்க யாருன்னு காமிக்கிறோம். வந்து காட்டண்டா. അല്ല ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത്? കുഴപ്പാവോ? ഭയങ്കര കടുങ്കയായി പോയി കാണിച്ചത്. ഞങ്ങളല്ല അവന്മാരെ പോക്കിരിത്തരം കാണിച്ചത്. കൊടുത്തത് നന്നായുള്ളൂ. കയ്യും കാലും തല്ലി ഒടിച്ചു വിടുന്നതായിരുന്നു. വായടക്കടി.
നീ ഒറ്റയൊരുത്തി അതിനൊക്കെ കാരണം. അതെ, ഞാൻ തന്നെയാ കാരണക്കാരി. അതിനിപ്പോ എന്താ? എന്തായാലും അവന്മാരിക്കിട്ട് രണ്ട് കൊടുക്കാനായിട്ട് എന്റെ കൈ തരിച്ചിരിക്കുന്നു. ഇപ്പൊ സമാധാനമേ. അങ്ങനെ സമാധാനിക്കൊന്നും വേണ്ട. അവരെ നിങ്ങൾ വിചാരിക്കും പോലെ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. നാച്ചിയപ്പ തലവരുടെ ആൾക്കാരാ. ഒരു രാക്ഷസനാ. അയാൾ എന്തെങ്കിലും ചെയ്താൽ ചോദിക്കാൻ പോലീസോ പട്ടാളോ ഒന്നും വരില്ല. അയാളെ ചെന്ന് കണ്ട് മാപ്പ് പറയുന്നതാണ് നല്ലത്. മാപ്പ് പറയാനോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടുത്തെ തെറ്റും ശരിയൊക്കെ തീരുമാനിക്കുന്ന അയാളാ. ഇതുപോലെ വീറും വാശിയൊക്കെ കാണിച്ചോണ്ടാ ഞാനും. അതിന്റെ ഫലമായി കാണണേ. കിടത്തി പൊറുപ്പിക്കില്ല അയാള്. നമുക്ക് സമാധാനമല്ലേ വേണ്ടത്? ഞാനും വരാൻ കൂടെ. ആലോചിക്കാൻ ഒന്നുമില്ല. പടയും പട്ടാളവും ആയിട്ട് അയാൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നതാ നല്ലത്. இந்த நாச்சியப்பா பேரை கேட்டாலே இப்ப பிறந்த குழந்தை கூட வாயை துறக்காத இந்த ஊர்ல ஏன் போஸ்டர்ல சாணி அடிக்கிற தைரியம் உள்ள ஒரு மலையாளத்தானா? எவன்டாவன் இவரு முடிச்ச அந்த புறம்போக்கு நாய கண்டம் துண்டமா வெட்டி உங்க கால் முன்னாடி கொண்டு போடுறேன் தலைவர. டேய் வாங்கடா. ശത്രു സംഹാരത്തിനുള്ള പടയൊരുക്കമാണല്ലേ? പാടില്ല. ജോത്സ്യരെ, സൂര്യപ്രഭ കാഴ്ച മറയ്ക്കുന്ന സമയം. നിമിത്തങ്ങൾ ദുശകുനം കാണിക്കുന്നു. ആയുധമെടുക്കാൻ സമയമായിട്ടില്ല. இது எங்க தலைவரோட மான பிரச்சனை. அவன் உயிரெடுக்காம திரும்பி வர மாட்டோம். மகாலிங்கம், இப்ப வேண்டாம். தலைவரே வேண்டாம், போயிடு. வாங்க ஜோசியரே. ലഗ്നാത് 10-ലും ചന്ദ്രാത് 2-ലും തുലാത്തിൽ രാഹു. നീചനായ ശുക്രൻ ചന്ദ്രനോടുകൂടിയും ഗുരുവിനോടുകൂടിയും 3-ൽ. അസുരയോഗമാണ്. ശനിദശ രാഹു അപഹാരത്തിൽ. രണ്ടുപേരും ഗോചരത്തിൽ കുജന്റെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കണം. കാരാഗൃഹവാസം, ധനനാശം, ഭയം, കലഹം, പുരാതന ശത്രുവിനാൽ ജീവഹാനി എന്നിവ സംഭവിക്കാം. ജോത്സ്യരെ, തലവർക്ക് മനസ്സിലാകുന്ന മാതിരി ചുരുക്കി ഇപ്പോഴത്തെ ഗ്രഹനില മാത്രം പറഞ്ഞാൽ മതി. കണ്ടത് പറയാതിരിക്കാൻ വയ്യ. കംസനിഗ്രഹത്തിനായി ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചതുപോലെ തലവർക്കെതിരായ ഒരു ശക്തി ഈ മണ്ണിൽ വന്നെത്തിയിരിക്കുന്നു. എന്താ ജോത്സ്യരെ ഈ പറയുന്നേ? നാച്ചിയപ്പ തലവർക്കെതിരായിട്ടൊരു ശക്തിയോ? അതും ഈ കാളുകുത്തുപാളയത്ത്. ഞാൻ പറഞ്ഞതൊന്നും ഇന്നേ വരെ തെറ്റിയിട്ടില്ല. ഉണ്ടോ? இந்தாங்க மோரு. கொம்ப நீட்டிக்கிட்டு புயல் அடிக்கிற மாதிரி வேற ஜல்லிக்கட்டு கலையவே அழிக்கிற வேணா. எனக்கே மூக்கு கயிறு போட ஒரு சக்தியா? எவன்டா அவன்? தலைவரே, அவன் வந்துட்டான். யாரு? நம்ம போஸ்டர்ல சாணி அடிச்சான்ல, அவன்தான். அவனா? தம்பி, இந்த ஊருக்கு புதுசா? என்ன தர்மராஜ், புதுசா வர்றவங்களுக்கு என்ன பத்தி சொல்லிக் கொடுக்கலையா? അറിയാതെ പറ്റിയ അബദ്ധ, മன்னிച്ചിടുங்க. ഇവന്റെ അച്ഛൻ വാങ്ങിയ വീടാ. പെയിന്റ് അടിച്ചിട്ട് 2 നാളെ ആയിട്ടുള്ളൂ. അതിനാൽത്താ. யார் உங்க அப்பா? ഇവിടത്തെ DFO ആയിരുന്നു. எனக்கு தெரியாம இந்த ஊர்ல ஒரு TFOவா? ഇപ്പോഴല്ല, 10-25 കൊല്ലം മുമ്പാ. ഇറന്നു പോச்சு. അന്നാ വീട്ടില് വാടകയ്ക്കായിരുന്നു. அந்த வீட்லயா? உன் அப்பா பேர் என்ன? രാഘവൻ നായർ. நான் உன்னோட பெரிய பெரிய ஆபீசர் எல்லாம் பார்த்திருக்கேன். அவங்க எல்லாரும் என்கிட்ட இருந்து பொட்டி பொட்டியா பணம் வாங்கியிருக்கானுங்க. நான் சொல்றதா கேட்பானுங்க, நான் சொல்ற மாதிரி தான் தலையாட்டுவானுங்க. என்ன அரெஸ்ட் பண்ண வச்சுட்டால வீட்டுக்கு நான் வருவேன்டா.
ராகவன் சார் பையனா நீ? அதே. ஏன் நீ முதல்ல சொல்லல? உங்க அப்பா எனக்கு ரொம்ப உதவி செஞ்சால் நான் மறக்க மாட்டேன். தெரியாம செஞ்ச தப்பு தானே, பரவாயில்ல. நல்லாரு, போயிட்டு வா. என்ன தலைவரை மன்னிச்சு விட்டீங்க? மன்னிச்சு விடுறதா? 60வது பிறந்த நாள் முடியட்டுண்டா. വേണ്ട, നേരിട്ടൊരു യുദ്ധം വേണ്ട. അവന്റെ കണ്ണിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പകയുടെ കനല് ഞാൻ കാണുന്നു. ആ കനലൂതി കത്തിക്കണ്ട, ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ ഒഴിവാക്കിക്കളയുക. அங்க பிரதட்சணம். அக்கா என்னமோ தப்பு செஞ்சிட்டாங்களா? ആരാ? അകത്തേക്ക് പോയത് പെങ്ങളാണല്ലേ? അതെ. ഇത്തിരി തണ്ടുകൂടെ ടൈപ്പാണെന്ന് തോന്നുന്നു. ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ല. അവള് സംസാരിക്കില്ല. വെരി ഗുഡ്. ആരാ മനസ്സിലായില്ല? ഞാൻ അനിരുദ്ധൻ. ഇത് മാലിംഗം മുതലാളി. മാലിംഗം ടെക്സ്റ്റൈൽസിന്റെ ഓണറാ. വണക്കം തമ്പി. ഈ കസേരയിൽ ഇരിക്കരുത് പ്ലീസ്. മുതലാളിയോട് അങ്ങനെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ല, ഞങ്ങളുടെ അച്ഛൻ ഇരുന്നിരുന്ന കസേരയാ. ஏன் தம்பி, உங்க அப்பா உட்காந்து வச்சாலும் நாங்க உட்காந்தா குண்டி வலிக்குமா? சரி தம்பி, வாங்க நடந்துட்டே பேசலாம். எங்கோட்டே போனே? பழைய கன்ஸ்ட்ரக்ஷன் தான், பரவாயில்ல. இடிச்சு போட்டு பெரிய பிளாட் கட்டலாம். யாரு? அம்மாவா? வணக்கம்மா, நான் மகாலிங்கம். എന്താ നിങ്ങളുടെ ഉദ്ദേശം? മുതലാളിക്ക് ഇത് പൊളിച്ച് ഇവിടെ ഒരു ഫ്ലാറ്റ് കെട്ടാൻ. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എടോ പേടിക്കണ്ട, നിങ്ങൾ ചോദിക്കുന്ന വില തരും. എത്രയാണെന്ന് വെച്ചാ പറഞ്ഞാൽ മതി. സോറി, വിൽക്കണോന്ന് വിചാരിച്ചിരുന്നാ, പക്ഷെ പിന്നീട്. എவ்வளவு വേണം തമ്പി? 25 ലക്ഷം? 30 ലക്ഷം? ഇല്ല, ഞങ്ങൾ വിൽക്കണില്ല. എടോ 30 പോലെങ്കിൽ പറഞ്ഞോ. മുതലാളി ഒരു വസ്തുവിൽ കണ്ണുവച്ചാൽ അതിന് വില നോക്കാറില്ല. ധൈര്യമാ കേളുங்க തമ്പി. ഈ വീടിന് അങ്ങനെ വില പറയാൻ പറ്റില്ല. ഞങ്ങളുടെ അച്ഛന്റെ ആത്മാവുണ്ട് ഇവിടെ. அடடா, சரியான சென்டிமெண்ட் ஆளா இருப்பீங்க போல. தம்பி, லாபம் சம்பாதிக்கணும்னா பேய், பிசாசு, பூதம், ஆவி இப்படிப்பட்ட சென்டிமெண்ட் எல்லாம் பார்க்க கூடாது. புரியுதா? എന്തായി കാണിച്ചത്? എന്നോട് പുറത്ത് ആരാ? വീട്ടിൽ കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നു. ഫോട്ടോയില് പുക പിടിച്ചിട്ട് പോകും തമ്പി. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇറങ്ങണോ പുറത്ത്? ഈ നാട് വേറെയാ. ധാരാള കാശും മാറ്റിന്റെ കൂടും കൂടി എടുത്തോണ്ട് തിരിച്ചു പൊക്കോ. ആളാവ് നിന്നാലേ വിവരറിയും. പറഞ്ഞു കൊടുക്കുന്നതിനോട് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അമ്മ വന്നേ. വീട് വേണമാ? വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. 10% കമ്മീഷൻ കിട്ടും. யாரு? புரோக்கரா? ബ്രോക്കറല്ലേ? ഞാൻ നന്ദുന്റെ ഫ്രണ്ട് ഭാസ്കർ. നടക്കുമാ? നടന്നാലെത്തൂല. കാറിൽ പോയ ഒരു 150 കിലോമീറ്റർ ഉണ്ട്. താൻ എന്തായി പറയുന്നേ? കൊഴിഞ്ഞാമ്പാറയിൽ എന്റെ കൊച്ചച്ഛന്റെ അമ്മായിയച്ഛന്റെ തറവാടുണ്ട്. ഫ്ലാറ്റ്സ് കിട്ടാൻ ബെസ്റ്റ് സ്ഥലം, വാട്ടർ ഫ്രണ്ടേജ്. പകൽ ഒരൊറ്റ കൊതുകുണ്ടാവില്ല. പൊള പൊള പൊള. പുഴയാ? നാങ്ങ മീൻ പിടിക്കാൻ വന്നിരിക്കാം. പോയാ? എവിടെ നിന്ന് വരുന്നടാ നിനക്ക്? 5% പറഞ്ഞാൽ മതിയായിരുന്നു, എന്തെങ്കിലും തടഞ്ഞേനെ. எங்கேயா பார்த்து வண்டி ஓட்டுற? ரோட்ல பொம்பளை பார்த்தா கண்ணம் தெரியாது, ஒண்ணும் தெரியாது.
இன்னைக்கு யார் முகத்துல முடிச்சதே தெரியல. മതിയല്ലേ നിനക്ക്? എന്നെ കൊന്നേ അടങ്ങുന്ന കച്ചടി ഇറങ്ങിയിരിക്കാ നീ. ഒരു കാര്യം പറയാൻ വേണ്ടി സ്കൂട്ടറിന് മുന്നിൽ ചാടിയാണ് കാര്യം പറയുന്നത്. നിന്നെ കണ്ട അന്ന് മുതലേ എനിക്ക് ശനിദേശയാ. എന്തിനാണ് ഈ കരയണേ? ഈ പ്രസാദം തരാൻ വേണ്ടിയാ ഞാൻ. പ്രസാദോ? എന്ത് പ്രസാദം? ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടിയാ. വരാതിരിക്കാനോ വരുത്താനോ? അങ്ങനെ പറയരുത്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് ആപത്തൊന്നും വരാതിരിക്കാൻ മാരിയമ്മൻ കോവിൽ ഉരുള് നേർച്ച നടത്തി കാവടി എടുത്ത് പഴനിമലയും കയറിയിട്ടാ ഞാൻ വരുന്നത്. പോസ്റ്ററിൽ ചാണകം എറിഞ്ഞത് നിങ്ങൾക്ക് ദോഷം വരണമെന്ന് വെച്ചിട്ടല്ല. അയാൾ എന്റെ അച്ഛന്റെ കൈ വെട്ടണത് കണ്ടു നിന്നോളാം ഞാൻ. 5-ാം വയസ്സില് മരിച്ചുപോയ എന്റെ അമ്മ സത്യമായിട്ടും ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. വന്നേ. ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നുള്ള ധൈര്യ പട്ടികൾക്ക്. ഇതപ്പ തണ്ണി കുടി. என்ன என்ன வேடிக்கை பாக்குறீங்க? போங்க. இன்னைக்கு இந்த வீட்டுல நடந்தது நாளைக்கு உங்க வீட்டிலும் நடக்கலாம். அப்போ இப்படியே പൊത്തി இருங்க. രോഷം കെട്ടി ജന്മങ്ക. അസുരന്മാരെ കൊല്ലാൻ ഈശ്വരൻ അവതാരം എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ ദുഷ്ടന്മാരെ കൊല്ലാൻ എപ്പോഴും അവതരിക്കുന്നാവോ? ഈശ്വര, ഏത് മഹാലിംഗ ചെട്ടിയാരും അയാളുടെ കൂലിത്തല്ലുകാരും ചേർന്ന് ചെയ്ത വേലയാ. അവന്മാരെ വെറുതെ വിടരുത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. പോലീസും കേസും ഒന്നും വേണ്ട. കൊള്ളാം. ഇങ്ങനെ പേടിച്ചാലോ? അമ്മയല്ലേ പറഞ്ഞത് പടയും പട്ടോളം ഒക്കെ ആയിട്ട് യുദ്ധത്തിന് പോയ കാരണന്മാരുള്ള തറവാട്ടിലാണ് ജനിച്ചെന്ന്. എന്നിട്ട് എങ്ങനെ പേടിക്കണേ? ശരിയാണ്. ഇത് പിടിച്ച ഒരു കംപ്ലൈന്റ് കൊടുത്തില്ലേ ശരിയാവൂല. നീ വന്നേ. ഈ നാട്ടിലെ മുതലാളിമാരൊക്കെ ജയിലിലാക്കിയിട്ട് ബാക്കിയുള്ളവർക്കവിടെ കിടക്കപ്രതിയിലാകണം അല്ലടാ. അവൻ അമ്മയുടെ ഒരു കംപ്ലൈന്റ് അസലായി. ഇങ്ങനെ തന്നെ വേണം സാർ. അമ്മയും പെങ്ങളുമായി മറുനാട്ടിൽ താമസിക്കുന്ന ഒരു നാട്ടുകാരനോട് സാറിനെ പോലൊരു മലയാളി ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ശുക്രിയ. എടാ ഇത് പോലീസ് സ്റ്റേഷനാ. അതുകൊണ്ടാണല്ലോ കംപ്ലൈന്റ് കൊണ്ട് ഇങ്ങോട്ട് വന്നത്. കൈക്കൂലി വല്ലതും വേണമെങ്കിൽ തരാം സാർ. കൈക്കൂലിയുടെ കാര്യത്തിൽ മലയാളം തമിഴ് ഹിന്ദി ഒന്നുമില്ലല്ലോ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടേ ഇവിടുന്ന് പോകൂ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സാറ് പറ. വിറ്റേച്ച് പോടാ. ചോദിക്കുന്ന വില തരാമെന്ന് അങ്ങനെ പറഞ്ഞതല്ലേ. വിൽക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിക്രമിച്ച് കയറി ഗുണ്ടായസം കാണിച്ചവർക്കെതിരെ സാറിന് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലായി. ഞങ്ങൾക്ക് മുന്നാലെ അവന്മാര് സാറിനെ കാണേണ്ടതുപോലെ കണ്ടുവല്ലേ. എന്നാ പ്രോബ്ലം? സാർ ഇവൻ കേരളാവിലിരുന്ന് ഇങ്ങനെ വന്ന് കുടിയിരിക്കും ഒരു ഗരീബി ആത്മീയ. കഷ്ടപ്പെടാൻ വേണ്ട. മലയാളത്തിൽ சொல்லுங்க. എനിക്ക് പുരിയും. സാർ എന്റെ അച്ഛൻ ഇവിടെ ഒരു വീട് വാങ്ങിയിരുന്നു സാർ. അതാകെ തല്ലിപ്പൊളിച്ച് നശിപ്പിച്ചു സാർ. അതിനിവിടെ ഒന്ന് കംപ്ലൈന്റ് കൊടുത്തപ്പോ അയാൾ അത് കീറി വലിച്ചെറിഞ്ഞ് ഞങ്ങളെ പുറത്താക്കി സാർ. ഹെഡ് കോൺസ്റ്റബിൾ മാണിക്യം. ഓ കമോൺ. തമിഴനാണെങ്കിലും അല്പം മനുഷ്യത്വമുള്ള കൂട്ടത്തിലാ. சரி தலைவரே. ஓகே. என்ன மாணிக்கம் சார், கம்ப்ளைண்ட் கொடுக்க வந்தவங்களை கழுத்தை பிடிச்சி வெளியே தள்ளுறதுக்கு தான் உங்களுக்கு கவர்மெண்ட் சம்பளம் கொடுக்குதா? இல்ல சார், இவங்க தான் வேணும்னு தயாராக்கும். அந்த அது மட்டும் அல்ல, நாச்சி தலைவருக்கு சொந்தக்காரன் தான் அந்த மகாலிங்கம். எந்த மகாலிங்கம்? மகாலிங்கம் மில்ஸ் ஓனர். ஓ அப்படியா? ஆமா. அந்த ஆளை பார்த்தா உங்களுக்கு அடையாளம் தெரியுமா? தெரியும் சார். வாங்க என் கூட. என்ன யாருன்னு நினைச்ச? மகாலிங்கம். நான் யாருன்னு காட்டுறேன். சட்டத்தை மிதிக்கிறவன் எவனா இருந்தாலும் இந்த கை தாண்டா பதில் சொல்லும். நானும் பதில் சொல்றேன்டா. ஒத்திக்கிட்டு பண்றா. ஆட்சி அப்பாவுக்கு எதிராக தூக்குன கையால மறுபடியும் அவனும் சாப்பிட்டது கிடையாது.
ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണെന്നാ പറഞ്ഞത്. ഓടോ ഉമ്മർത്ത് കോലം വരയ്ക്കുന്ന കാര്യം പറഞ്ഞ വീണ്ടിപ്പോ തനി തമിഴത്തിയായല്ലേ? അത് പിന്നെ ചേരെ തിന്നണ നാട്ടിൽ ചെന്ന മൂർഖനെ തിന്നണമെന്നാ. മൂർഖനോ? സോറി, അനലി അനലി. എന്താ എന്ത് പറ്റി? എന്താ മായ? എന്ത് പറ്റി? എന്തായി കാണിക്കണേ? എന്താന്ന് കളിക്കണം? എന്താ എന്താ കാര്യം? വേണ്ട സാർ. എങ്ങോട്ടേക്ക് കൊണ്ടുപോകണത്? പാടാത്തിലേക്ക് അമ്മയും പെങ്ങളെയും ജീവനോടെ കാണണോ? പറയണോ? പറയാം. என்னடா பாக்குற? எனக்கு இந்த கை போதுண்டா. காக்கி யூனிஃபார்ம் போட்ட கிரிமினல் நாயே. எந்த தப்பும் பண்ணாத ஒரு அப்பாவியை போட்டு அடிக்கிறியே, இதுதான் வீரமா? அவுத்து விடுறான், அவுத்து விடுறான். சாப்பிடு. സാറിന് எனக்கு இந்த காஃபி டீ சிகரெட் எதுவுமே பழக்கம் இல்ல. എങ്ങനെയാ സോറി പറയണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കാരണം സാറിന് ഇങ്ങനെ அதை விட நந்து, நீ இல்லன்னா இன்னொருத்தன். இந்த வேலையில அதெல்லாம் சகஜம் தானே. தலை போகலையே. என்ன ஒண்ணு, இனிமே நான் டென்னிஸ் விளையாடணும்னா லெப்ட் ஹேண்ட் விளையாண்டு பிராக்டிஸ் பண்ணணும், அவ்வளவுதானே. സാറിന് ഇതെങ്ങനെ ഇത്ര ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്? எஸ் ஐ கேன். பிகாஸ் எனக்கு ஏதாச்சும் ஒண்ணு ஆகி போயிருச்சுன்னா எனக்காக வருத்தப்படுறதுக்குன்னு இந்த உலகத்துல யாருமே இல்ல. அப்பா, அம்மா, அண்ணன், தங்கச்சி, அக்கா, மாமே, மச்சான், பொண்டாட்டி, பிள்ளைங்க, இந்த மாதிரி எனக்கு யாருமே இல்ல. ஐ எம் அலோன் திஸ் வேர்ல்ட். நான் வளர்ந்தது ஒரு ஆர்ஃபனேஜ்ல. ஃபாதர் ஆண்டனி அவர் தந்த பிச்சையா நீ வாழ்க்கை. இவாசம் மல்லு, ஓ சாரி, மீன் மலையாளி. என்னை யாரும் பாஸ்டர்னு விളിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അവരുടെ പേര് എന്റെ പേരിന്റെ കൂടെ ചേർത്തത്. ആന്റണി, അലക്സ് ആന്റണി. ஆனா நீ எங்கனல்ல. உன்னையே விசுவசிச்சிருக்கிற ஒரு அன்பான அனியத்தி உண்டு. அதுவும் ஒரு வாயில்லாத ஜீவன். நின்னை ஜீவனை போல சிநேகிக்கிற நின்ற அம்மை உண்டு. உங்க அப்பா கொடுத்த கனவு வீடு இருக்கு. இதெல்லாம் கழிஞ்சிட்டு எனக்கு போக பറ്റുம். பாறை மேல நம்ம தலையிடிச்சா உடைய போறது நம்ம தலைதான். சோ கண்ட்ரோல் யுவர் செல்ஃப். கொஞ்சம் ஒதுங்கி போ. ஓகே? ஓகே, தேங்க்யூ சார். ஓ சாரி.
Don't say sorry, man. Be happy. Huh? ഇനിയും ഇങ്ങനെ അതും ഓർത്തിരുന്നിട്ട് എന്താ കാര്യം? ശ്രമിക്കാഞ്ഞിട്ടല്ല, പറ്റണില്ല. കണ്ണടച്ച ഒറ്റക്കൈമായിട്ട് നിൽക്കുന്ന അലക്സാറ മുമ്പിൽ തെളിയുന്നു. അതൊരു ദുസ്വപ്നമായിട്ട് കരുതിയാൽ മതിയില്ല. ജീവിതം എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലെയാ. എത്ര വട്ടത്തിൽ ചവിട്ടിയാലും നീളത്തിലേ പോകുള്ളൂ. ഇടയ്ക്ക് പഞ്ചറാവും, അപ്പൊ നിൽക്കും. പിന്നെ പോണമെങ്കിൽ പഞ്ചർ ഒട്ടിക്കണം. നീ ഇപ്പൊ പഞ്ചറായിട്ട് നിൽക്കുക. ഒട്ടിച്ചു പോയില്ലെങ്കിൽ പാലൂട്ട. അതാ ഞാനും പറഞ്ഞത്. ആ വന്നല്ലോ. വീട്ടിൽ ചെന്നപ്പോഴേ വിവരങ്ങൾ അറിഞ്ഞത്. കുറച്ചു ദിവസമായി നീ ജോലിക്ക് പോയിട്ടില്ല എന്നമ്മ പറഞ്ഞു. എന്താ ശരിക്കുണ്ടായത്? അതൊന്നും ഇനി ചോദിക്കാണ്ടിരിക്കുന്നത് നല്ലത്. വിട്ടുകളയടാ. തലയിലെഴുത്ത് തലമുടി പഠിച്ചാ പോകോ? ഓരോരുത്തരുടെയും വിധി പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നടക്കൂ. അതോർത്തിനി അമ്മയും പെങ്ങളെ സങ്കടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? സങ്കടമൊക്കെ ഞങ്ങൾ മാറ്റിത്തരടാ. കുറച്ചു ദിവസം നിന്റെ കൂടെ നിൽക്കാൻ ഉറപ്പിച്ച് ഞങ്ങൾ വന്നിരിക്കണേ. വേണ്ടടാ, നിങ്ങൾ തിരിച്ചു പോയിക്കോ. അതാ നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ഒക്കെ ദുരന്ത. ആര് ചെയ്ത പാവാന്ന് എനിക്കറിയില്ല. ഓർമ്മ വെച്ച കാലം മുതൽക്ക് അമ്മാവിന്റെ അമ്മായിയുടെ ആട്ടും തുപ്പും കേട്ടാ വളർന്നത്. അമ്മയുടെയും പെങ്ങളുടെയും കണ്ണീര് കാണാത്ത ദിവസം ഉണ്ടായിട്ടില്ല. അമ്മായി പറയുന്നത് പോലെ അച്ഛന്റെ മുഖം പോലും കാണാൻ ഭാഗ്യമില്ലാണ്ട പോയ സന്തതിയ. ശാപം കിട്ടിയ ജന്മ. ശാപം കിട്ടിയ ജന്മ. ഇവന്റെ ഈ വിഷം ഒന്ന് മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യ? സഹിക്കാൻ പറ്റാത്ത സങ്കടം വരുമ്പോ ഞാൻ പോണൊരു സ്ഥലമുണ്ട്. രായപ്പേട്ടനുണ്ടോ സങ്കടം? ഒരു സങ്കടക്കടലിൽ ചങ്കിലില്ലാത്ത ആരാ ഉള്ളത്? സങ്കടത്തിന് മറുമരുന്നുണ്ടോ? ഉണ്ടെന്നേ ശരിയാണ്. മനസ്സിൽ സങ്കടമുണ്ടോ? ഇല്ലെന്നേ ശരിയാണ്. ശരി കണ്ടവനും നൊമ്പരമില്ലേ? ശരി കൊണ്ടവനും സന്തോഷമില്ലേ? കണി കണ്ടുണരും കണ്ണുകളെ എല്ലാം നേരല്ലേ? സങ്കടത്തിന് മറുമരുന്നുണ്ടോ? ഉണ്ടെന്നേ ശരിയാണ്. കടഞ്ഞതൊത്തിരി പതഞ്ഞതിത്തിരി നിനച്ചതൊത്തിരി തരുന്നതിത്തിരി പടച്ചവനിത് വിധിച്ചതാണെന്ന്. കടഞ്ഞതൊത്തിരി പതഞ്ഞതിത്തിരി നിനച്ചതൊത്തിരി തരുന്നതിത്തിരി പടച്ചവനിത് വിധിച്ചതാണെന്ന്. മതിച്ചവനെങ്ങെങ്ങോ മതിച്ചവനാകുന്നേ. മതിച്ചവനെന്നാലോ ജയിച്ചവനാകുന്നേ. എല്ലാം എങ്ങോ ചെയ്യുന്നവരാരോ. സങ്കടത്തിന് മറുമരുന്നുണ്ടോ? ഉണ്ടെന്നേ ശരിയാണ്. പഠിച്ചതൊത്തിരി പറഞ്ഞതിത്തിരി അറിഞ്ഞതൊത്തിരി നുണഞ്ഞതിത്തിരി നുണഞ്ഞിടുന്നത് വലിഞ്ഞു തീരുന്നേ. പഠിച്ചതൊത്തിരി പറഞ്ഞതിത്തിരി അറിഞ്ഞതൊത്തിരി നുണഞ്ഞതിത്തിരി നുണഞ്ഞിടുന്നത് വലിഞ്ഞു തീരുന്നേ. ഇരുട്ടിനു പിന്നാലെ വെളിച്ചമതുണ്ടെന്നേ. തുടക്കമതുണ്ടെന്നാൽ ഒടുക്കവുമുണ്ടെന്നേ.
എല്ലാം എല്ലാം മായാജാലങ്ങൾ സങ്കടത്തിന് മറുമരുന്നുണ്ടോ ഉണ്ടെന്നേ ശരിയാണ് സന്മനസ്സിൽ സങ്കടമുണ്ടോ ഇല്ലെന്നേ ശരിയാണ് മറ്റന്നാ മാരിയമ്മൻ കോവിലില് പൊങ്കാലയാ. ഇന്നാ കൊടിയേറ്റം. എല്ലാ തടസ്സങ്ങളും നീക്കി സർവ്വ ഐശ്വര്യങ്ങളും തരുന്ന ദേവിയാ. എല്ലാവർക്കും വേണ്ടി ഞാൻ വഴിപാട് നേർന്നിട്ടുണ്ട്. ദേവി പരീക്ഷിക്കും, പക്ഷെ ഉപേക്ഷിക്കില്ല. പ്രാർത്ഥിച്ചോ. வாங்கண்ணே ஊரை ஒரு சுத்தி சுத்தி போடலாம் வாங்கண்ணே வாங்கண்ணே உங்க வൈകിട്ട് അമ്പലത്തിൽ പോകട്ടെ. அம்மா உங்க பையனை யாரும் அடிச்சு போட்டாங்க. ഇവിടെ வாங்க நான் காட்டுறேன். നന്ദു സാർ നിങ്ങൾക്കൊരു ഫോണുണ്ട്. ആരെന്നറിയില്ല. ஹலோ அம்மா உன்னோட அம்மாவையும் தங்கச்சியும் பாக்கணுமா? എന്ത് தோட்டலுக்கு வாடா. നടക്കണേ അങ്ങോട്ട്. നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഇത് ചതിയാണ്. ഞങ്ങൾ അറിയിച്ചു തരാം. നടക്കണേ. നാട്ടിൽ നിന്ന് പുറ്റിയും പറിച്ച് വന്നോളും മലയാളികളെ മാനം കെടുത്താൻ. എന്തിനാണ് ലോഡ്ജിലൊക്കെ വിടുന്നേ? നല്ലൊരു വീടുണ്ടല്ലോ, അവിടെ തന്നെ തുടങ്ങാമല്ലോ കമ്പനി. പറയാം പറയാം പറയട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം അമ്മേനും മകനും പുറത്തിറക്കുക വേണ്ടത്. கேரளா குட்டி சூப்பர்ரா. அவளை விடுறா, அவளை விட அம்மா தான் சூப்பர். ഞാൻ അങ്ങോട്ട് എത്താം. ஊரை விட்டு போகலன்னா இப்படி நான் ஒதுங்கி இருக்க மாட்டேன்.
இந்த നാച്ചിയപ്പ யாருன்னு நேரடியா தெரிய வைப்பேன். വേണ്ട, ജോത്സ്യര് പറഞ്ഞു കേട്ട് ഇത്ര ഒതുങ്ങിയില്ലേ? ഇതെനിക്ക് വിട്ടേക്ക്. ഇനി കൊടുക്കുന്ന അടി അവന്റെ ചങ്കിലിട്ടായിരിക്കണം. எங்க தலைவரை ஏமாத்த வந்திருக்கியா? உன்னை கொலை பண்ண போறேன்டா. അവരൊക്കെ എവിടെ? ബാലുവിനെ അന്വേഷിച്ചു പോയിരിക്കുക. എന്താ? അത് നന്ദു വന്നേ. എന്താ? വാ പറയാം. വന്നേ, നാച്ചിയപ്പയുടെ ഗുണ്ടകളെ പേടിച്ച് ബാലു സ്കൂട്ടുമായിട്ട് ഇങ്ങോട്ട് കയറുന്ന കണ്ടു എന്നാ കണ്ണയ്യ പറഞ്ഞത്. ബാലു! ബാലുവേ! ബാലു! 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 இவர்தான் என் புருஷன். இவரோட 2 காலை உடைச்சு எங்க வாழ்க்கை நாசம் பண்ண பாவிதான் நாச்சியப்பேன். இந்த பாவத்துக்கு முன்னாடி என்ன மானபங்கப்படுத்துற சண்டாளம் தான் அந்த நாச்சியப்பேன். உயிருக்கு பயந்து நெஞ்சில நெருப்போட போனமா வாழ்ந்துட்டு இருக்கேன். கொல்லுங்கய்யா, உங்களுக்கு கோடி புண்ணியம் கிடைக்கும். அந்த நாயை வெட்டி வெட்டி கொல்லுங்கய்யா. நீ அவனை தேட வேண்டாம், உன்னை தேடி அவன் வருவான். Ah!
என்னடி பேசாம இருக்க? உன் மகன் என்ன தேடிக்கிட்டு அலைகிறானே, பழி வாங்க கூட்டிட்டு வந்திருக்கியா? ஊரை விட்டு போறதுக்கு எத்தனையோ சந்தர்ப்பம் கொடுத்தேன், போகல. இப்ப சொல்றேன், கடைசியா சொல்றேன், உன் மகனை கூட்டிக்கிட்டு இந்த ஊரை விட்டு ஓடி போயிரு. இல்லன்னா யாரும் உயிரோட இருக்க மாட்டீங்க. அரை மணி நேரம் நான் வெளியே நிப்பேன். அதுக்குள்ள எல்லாரையும் கூட்டிக்கிட்டு இந்த ஊரை விட்டு ஓடி போயிடணும். இல்ல உங்க ரத்தத்தாலேயே பொங்கல் செஞ்சு போடுவேன். അതേടാ നന്ദു, നമുക്ക് അവിടുത്തെ പോവാടാ. അമ്മേ, നമുക്കിറങ്ങാം. എങ്ങോട്ട്? ഈ മണ്ണും വീടും വിട്ട് എങ്ങോട്ടാ പോവേണ്ടത്? സകല ബന്ധങ്ങളും അറുത്തു മുറിച്ചിട്ട് ഇറങ്ങിപ്പോയ അമ്മാവന്റെ കാൽച്ചുവട്ടിലെ എച്ചിൽ പട്ടി വിളാവാൻ തിരിച്ചു പോണോ? ഒരിക്കലെല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോയതാ ഇവിടുന്ന്. നഷ്ടപ്പെടാൻ ഇനി ബാക്കിയുള്ളത് ഈ പ്രാണൻ മാത്രം. അന്തസ്വാഭിമാനമൊക്കെ തുറച്ച് കീറിയെടുത്ത ഈ നരകാസുരന്റെ ഔദാര്യത്തിൽ ആ പ്രാണൻ നമുക്കിനി വേണോ? അതെ, അമ്മ തന്നെ പറയണേ. ആയുസ്സോടെ നമ്മളിവിടെ ജീവിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹമെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കും. അതെല്ലാം നമ്മളെ കൂടെ കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കണം. അല്ലാതെ അയാളോട് തോറ്റിട്ട് ഈ മണ്ണ് വിട്ടു പോയ അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല. എന്താന്നറിയോ, നിന്റെ അച്ഛന്റെ ചോര വീണ് കുതിർന്ന മണ്ണായത്. വീഴ്ത്തിയതാരാന്നറിയോ? ഈ രാക്ഷസനാണ്. ഈ കൺമുമ്പിലിട്ട് വെട്ടി വെട്ടി അച്ഛന്റെ ജീവൻ എടുത്ത രാക്ഷസൻ. അച്ഛന്റെ മുഖം ഒരു നോക്ക് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ലാണ്ടാക്കിയ ദുഷ്ടൻ. അയാളുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നതിൽ നല്ലത് മരണമാണ്. ഇന്നോളൊരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത അമ്മയാ പറയുന്നേ. ആരുടെ മുമ്പിലും തോറ്റിട്ടില്ലാത്ത അച്ഛന്റെ മോനാ നീ. ഒന്നുകിൽ പൊരുതി ജയിക്ക്, അല്ലെങ്കിൽ പൊരുതി മരിക്ക്. അച്ഛനുണ്ടടാ നിന്റെ കൂടെ.